Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to our Hindu editorial analysis of 13th September 2022. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇല്ലായിരുന്നു അല്ലേ, പിന്നെ സൺഡേയും ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ 2 ദിവസം ഒരു ഗ്യാപ്പ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഫ്ലോ അങ്ങ് പോയ പോലെ നോട്ടൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുത്തു. എനിവേസ് ഐ എം 9 minutes ലേറ്റ്. ഇന്ന് 9 minutes ലേറ്റ് ആണ്, ആൻഡ് ഐ എം സോ സോറി ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്, താങ്ക് യു ഫോർ യുവർ എഫേർട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം, താമസിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കോട്ട് ഇതാണ്, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കോട്ട് ഇതാണ്: എവറി ചേഞ്ചിങ് കളർ ഓഫ് ലീഫ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് എവറി ചേഞ്ചിങ് സിറ്റുവേഷൻ ഓഫ് ലൈഫ് ഇസ് മീനിങ്ഫുൾ. ബോത്ത് നീഡ് ക്ലിയർ വിഷൻ. നമ്മൾ ഈ ഇല കൊഴിയുന്ന സമയമില്ലേ, ശിശിരകാലം അല്ലേ, അങ്ങനെയുള്ള എനിവേസ് ഓട്ടം എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇലയൊക്കെ കൊഴിയുന്ന കാണുമ്പം അത് ഭയങ്കര രസമാണ് അല്ലേ. ഒരു പ്രത്യേക ഒരു മഴക്കാലത്തൊരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ, സമ്മറിന് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്, സ്പ്രിങ്ങിന് വേറൊരു ഭംഗിയാണ്, ഓട്ടം വേറൊരു ഭംഗിയാണ് അല്ലേ, ഇല കൊഴിയുന്ന സമയത്തിന് വേറൊരു ഭംഗിയാണ് അല്ലേ. അപ്പോൾ ആ ഭംഗി നമുക്ക്, ഇപ്പോൾ ചേഞ്ചിനെ നമുക്ക് ഇഷ്ടമാണ് അല്ലേ, ചേഞ്ചിങ് കളർ നമുക്ക് ഇഷ്ടം തന്നെയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ, അതായത് വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അപ്സെറ്റ് ആവും. എന്തുകൊണ്ടാണ്? നമുക്കങ്ങ് പറ്റില്ല, ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ സിറ്റുവേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നമുക്ക് വല്ലാണ്ടൊരു സഫക്കേഷൻ, ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എന്തിനാണ് നമ്മളതിനെ ബുദ്ധിമുട്ട് കാണുന്നത്? കാരണം വെച്ചാൽ എന്തായാലും നമ്മൾ എന്താ പറയുക, മരങ്ങൾ അങ്ങനെയല്ലേ, മരങ്ങൾക്ക് മാറ്റം വരുന്ന നമുക്ക് കാണാൻ പറ്റും. ലീവ്സ് കൊഴിയുമ്പോൾ നമുക്ക് പറയും ഒരു ദിവസം ഉണ്ട്, അടുത്ത ദിവസം ആകുമ്പോഴേക്കും അത് കൊഴിഞ്ഞു പോകും, അങ്ങനെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാ ലൈഫിലും സിറ്റുവേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, യു മസ്റ്റ് ഹാവ് എ ക്ലിയർ വിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിൻ്റെ കാഴ്ച, നിൻ്റെ വ്യൂ പോയിന്റ്, നിൻ്റെ പെർസ്പെക്റ്റീവ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ആ ബ്യൂട്ടി നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോട്ട് ഇതാണ്: യു ഹാവ് ടു ഹാവ് എ ക്ലിയർ വിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ, അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ച് ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ് അല്ലേ, ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ. എന്നിട്ട് അതിൻ്റെ ഫ്ലോ അനുസരിച്ച് പോകാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ചിന്താവിഷയം. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമ്മളിതാ ആപ്പിൻ്റെ കാര്യം പറയട്ടെ. നമ്മുടെ Adda247 ആപ്പ്, ഞാൻ പറഞ്ഞു 20 MB ഉള്ളൂ നമ്മുടെ ആപ്പിന്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേ, പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേ. ആപ്പ് സ്റ്റോറിലുള്ളവർക്ക് വെബ്സൈറ്റ് വഴി സന്ദർശിക്കാം കേട്ടോ, www.adda247.com എന്ന വെബ്സൈറ്റ് വഴി സന്ദർശിക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡെയിലി ക്വിസസ്. ഞാൻ എപ്പോഴും പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക അല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ അപ്ഗ്രേഡഡ് വേർഷൻ ആവണമെന്ന് ഞാൻ പറയില്ല, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സാം വൈസ് ക്വിസസ് ഉണ്ട്. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇവോൾവ് ചെയ്യണമല്ലോ നമുക്ക് വേണ്ടത്, മാറ്റമല്ല വേണ്ടത്. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ്, മാഗസീൻസ്, നോട്ട്സ്, ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ജോബ് അലേർട്ട്സ്, ഒരു നോട്ടിഫിക്കേഷൻ മിസ് ഔട്ട് ആവാതിരിക്കും. ഏതെങ്കിലും വീഡിയോസ് മിസ് ചെയ്താൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതും ഇവിടുത്തെ അവൈലബിൾ ഓപ്ഷൻ. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം. എന്നിട്ട് നിങ്ങൾ എക്സാംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, അതിൽ കേരള കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കേരളയിലെ മലയാള ക്ലാസ്സുകളും പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. 2 ടെലിഗ്രാം ചാനലുണ്ട്, വിട്ടുപോരുത്. KPSC ഷോർട്ട് സെലക്ഷൻ ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്, രണ്ടിലും അപ്ഡേറ്റഡ് ആയിരിക്കുക. ബി കണക്റ്റഡ് വിത്ത് ദിസ്. അതുപോലെ തന്നെ നമ്മുടെ Adda247 മലയാളം ചാനൽ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ പ്രത്യേകത, എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. ഓൾ ഇൻ വൺ ചാനലാണ്. അതിപ്പോൾ ഒരു അംബ്രല ചാനലാണ്. ഇവിടെ നിങ്ങൾക്ക് SSC ക്ലാസ് വേണോ, ഇവിടെ കിട്ടും. ബാങ്കിങ് ക്ലാസ് വേണോ, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സുപ്രീം കോർട്ടിൻ്റെ ക്ലാസ്, അതുപോലെ ഹൈക്കോർട്ടിൻ്റെ ക്ലാസ്, ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്, കേരള PSC ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുവാണ്. അതുപോലെ നമ്മുടെ 10th batch ഓൾറെഡി ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു വൈഡർ 1 ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ എല്ലാത്തിനും വേണ്ടി എന്താ ചെയ്യേണ്ടത്? ബി എ പാർട്ട് ഓഫ് us. ഞങ്ങളുടെ കൂടെ വരിക. യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സുകൾ എല്ലാത്തിനും കിട്ടും. അതുകൂടാതെ എക്സാം അനാലിസിസ്, PYQ, മോക്ക് ടെസ്റ്റുകൾ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് അലേർട്ട് ഉണ്ട്, നോട്ടിഫിക്കേഷൻ അപ്പോൾ അറിയിക്കും. അതിൻ്റെ ഫോം ഫില്ലിങ്സ്, സ്ട്രാറ്റജി എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. PYQ ഡിസ്കഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാം വേണ്ടി ഇവിടെ വരിക. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പരിഗണിക്കുക. അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് 13-ാം തീയതി എഡിറ്റോറിയലിലോട്ട് വരാം അല്ലേ, കാര്യത്തിലോട്ട് വരക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളിപ്പോൾ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് ചുമ്മാ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സെഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. എല്ലാ ദിവസവും Monday to Saturday 8:30 ഉണ്ട് ഈ സെഷൻ. അതുപോലെ തന്നെ ചില ദിവസം എന്തെങ്കിലുമൊക്കെ അല്ലെ, ഞാൻ ഇവിടെ ട്രാവലിങ്ങോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നെങ്കിൽ മാത്രമേ ഞാനിത് സ്കിപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല. നിവൃത്തി ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യില്ല. അപ്പോൾ ഇന്നലെ ഞാൻ കറക്റ്റ് 8:30 മണിയായപ്പോഴാണ് വീട്ടിൽ വന്ന് കയറി. എങ്ങനെ ഞാൻ ക്ലാസ് എടുക്കും, നോട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കറിയായിരുന്നു, ഞാൻ മുൻകൂട്ടി അത് വിചാരിച്ചു വരവിൽ നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സെഷൻ ഇടണ്ട, അപ്പോൾ പിള്ളേർക്ക് പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ സെഷൻ്റെ പ്രത്യേകത, നിങ്ങൾ UPSC ലെവൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സുപ്രീം കോർട്ടിൻ്റെ, ഹൈക്കോർട്ടിൻ്റെ, കേരള PSCയുടെ, SSC, ഇൻഷുറൻസ് സെക്ടർ, ബാങ്കിങ്, അതുപോലെ ഏത് സെക്ടറിന്, ദേവസ്വം ബോർഡ്, ഏതിന് പഠിക്കുവാണെങ്കിലും നിങ്ങളുടെ ജനറൽ അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആദ്യമേ പ്രയോറിറ്റി ജനറൽ അവയർനെസ്സിനാട്ടോ.
നമുക്ക് ഈ ഒരു സെഷൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി കൂട്ടാൻ വേണ്ടി വൊക്കാബുലറി അല്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രാമർ സ്ട്രക്ചേഴ്സ് സെറ്റ് ചെയ്തെടുക്കും ഇതിൽ. അതുപോലെ നിങ്ങൾക്ക് റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് നന്നായി കൂടും. അതുകൂടാതെ നിങ്ങൾക്ക് പറയാം സ്പോക്കൺ ഇംഗ്ലീഷ്, നമ്മൾ പോലും അറിയാം നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒരുപാട് മാറ്റം വരും അല്ലേ. അതൊക്കെയാണ് നമ്മുടെ ഈ സെഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ ഒരു ആർട്ടിക്കിൾ നമുക്കറിയാം, അപ്പോൾ നമ്മുടെ മരുഭൂമിയിൽ വെച്ചിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇന്നലെ നമ്മുടെ ശ്രീലങ്ക അല്ലേ, ശ്രീലങ്കയ്ക്ക് വിജയ കിരീടം നേടി. അപ്പോൾ അത് ശ്രീലങ്കയെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലോകത്തിൽ എല്ലാവരെ സംബന്ധിച്ചുള്ള വലിയ കാര്യം. കാരണം ശ്രീലങ്ക വല്ലാത്തൊരു കഷ്ടപ്പാടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ എന്നും സെന്റൻസ് മേക്കിങ്ങിൽ പോലും ശ്രീലങ്കയെ പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ട് അല്ലേ. ആ ശ്രീലങ്ക വല്ലാതിരിക്കുന്ന ഒരു ശ്രീലങ്ക ആൾക്കാർക്ക് ഒരു പൊൻതൂവൽ അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കാൻ ഈ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വിജയ കിരീടം നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയ T20 ക്രിക്കറ്റിൽ. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്, സ്പോർട്സ് ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചടപടയെന്ന് വായിച്ചു വിടാം, പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു വിടാം. ഓക്കെ, പിന്നെ വൊക്കാബുലറിയും കുറവാണ് അതിൽ. പിന്നെ നമുക്കുള്ള ആർട്ടിക്കിൾ ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്, ഇച്ചിരി പണിയുള്ളൊരു ആർട്ടിക്കിളുണ്ട്. ഇപ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് നമ്മുടെ യു എസ് അഫ്ഗാനിൽ കയറാൻ വേണ്ടിയിട്ട് നിന്നിരുന്നു. ഇനി അഫ്ഗാനിൽ കയറാൻ വേണ്ടി പാകിസ്ഥാനുമായിട്ടൊന്ന് ചേർന്നായിരുന്നു. അഫ്ഗാനിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലും ഇനി പാകിസ്ഥാനിൽ നിന്ന് ചേരി പിടിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ പാകിസ്ഥാനുമായിട്ടൊന്ന് ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ യു എസ് എ പാകിസ്ഥാനോട് ചേർന്നത് നമുക്ക് പണിയാം, ഇന്ത്യക്ക് പണിയാം. കാരണം പാകിസ്ഥാൻ എപ്പോഴും എന്താണ്, പാകിസ്ഥാന്റെ തീം എന്താണ്, അവരുടെ ആഗ്രഹമേ എന്താണ്, ടെററിസം അഗൈൻസ്റ്റ് ഇന്ത്യയാണ്. അപ്പോൾ എല്ലാവരും പല വേൾഡ് കൺട്രീസും പാകിസ്ഥാനുമായിട്ട് കൂടുതൽ, കാരണം ഇന്ത്യയുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് കൂടി ചേരില്ല അവർ. അങ്ങനെയാണ് സാധാരണഗതിയിൽ നടക്കുക. ഇവിടെ യു എസ് ഇപ്പോൾ കുറച്ച് എന്ത് പണിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. ഇന്ത്യ വളരെ ബേജാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. ആൻഡ് ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തു, നമ്മൾ ആ ടെൻഷൻ പ്രകടിപ്പിക്കുകയും ചെയ്തു, ആ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇന്ത്യയിലെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അബൌട്ട് പാകിസ്ഥാൻ, USA ആൻഡ് ഇന്ത്യ, ഈ 3 കൺട്രീസിനെ പറ്റിയുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദി ആർട്ടിക്കിൾ ടു ഡിസ്കസ് ടുഡേ. കേട്ടോ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, ഓൾ റൈറ്റ്. അപ്പോൾ എല്ലാവരും ഉഷാറ് അല്ലേ? എല്ലാവരും ഹാപ്പി ആണല്ലോ. അതുപോലെ തന്നെ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ക്ലൈമറ്റൊക്കെ നല്ലതല്ല, അവിടെ സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും, അത് മതി. വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ, അതൊക്കെ പറയാം. എല്ലാവരും അന്വേഷണം പറയാം. കാരണം നമ്മുടെ എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലുള്ളവരും നിങ്ങളും എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിതൗട്ട് ഫർദർ അഡ്യൂ. അപ്പോൾ തുടങ്ങാം. നമ്മൾ ആദ്യം നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, 1 വേർഡ്സിലോട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ വേർഡ്സ്, വൊക്കാബിലോട്ട് പോകുന്നു. മറ്റ് വേർഡ്സ്, വൊക്കാബിൾ, കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ തോന്നുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേയിലോട്ട് പോകുന്നു, ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റൻ തരുന്നു, ഹോംവർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്വസ്റ്റൻ തരുന്നു. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഫസ്റ്റ് വേർഡ് 1 വേർഡ് ആവട്ടെ പിള്ളേരെ. അപ്പോൾ ആദ്യത്തെ 1 വേർഡ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇന്റർലൊക്യൂട്ടർ. ഇന്റർലൊക്യൂട്ടർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ടേക്സ് പാർട്ട് ഇൻ എ ഡയലോഗ് ഓർ എ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞാൽ ചുമ്മാ ഡയലോഗ് അടിക്കാതാണോ? അല്ല. ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ടൊരു കോൺവെർസേഷന് വേണ്ടി പോകുന്നത് നമ്മുടെ പറയില്ലേ. അപ്പോൾ ഇന്റർലൊക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡയലോഗിന് വേണ്ടി ഇപ്പോൾ നമ്മൾ വിടുന്ന അംബാസഡർ ഉണ്ടാവല്ലോ, അല്ലെങ്കിൽ നമ്മുടെ എൻവോയ് ഉണ്ടാവല്ലോ, കോൺവോയ് ഒക്കെ ഉണ്ടാവല്ലോ, അവരെയാണ് ഇന്റർലൊക്യൂട്ടർ. മധ്യസ്ഥമായിട്ട് സംസാരിക്കുന്നില്ല, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്, അവരെയാണ് ഇന്റർലൊക്യൂട്ടർ എന്ന് പറയുന്നത്. ലൊക്യൂട്ടർ. ഇന്റർലൊക്യൂട്ടർ, വൺ ഹു ടേക്സ് പാർട്ട് ഇൻ എ ഡയലോഗ് ഓർ എ കോൺവെർസേഷൻ എന്ന് പറയാം. അപ്പോൾ ഓർക്കണേ, ഈ ലോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റൂട്ട് വേർഡ് വെച്ച് പഠിക്കണേ, എന്ന്. അപ്പോൾ ഈ റൂട്ട് വേർഡിന്റെ പ്രത്യേകത വെച്ചാൽ റൂട്ട് വേർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് വേർഡാണ്, എന്താണ് ഇതിന്റെ മീനിങ് എന്നൊരു ഐഡിയ കിട്ടും. ലോക്ക് എന്ന വാക്കിന്റെ അർത്ഥം സ്പീക്ക്, സംസാരം എന്നൊരർത്ഥമാണ്. സ്പീച്ച്, സ്പീക്ക് എന്നൊക്കെ. ലൊക്കേഷ്യസ് എന്നൊക്കെ കേട്ടില്ല, ടോക്കറ്റീവ്. ലൊക്കേഷ്യസ് കേട്ടുണ്ടോ? സ്പെല്ലിങ് അല്ല, വാക്ക് കേട്ടിട്ടുണ്ട്. ലൊക്കേഷ്യസ്. ഷീ ഈസ് എ ലൊക്കേഷ്യസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് വർത്താനം പറയും കേട്ടോ. ഹീ ഈസ് എ ലൊക്കേഷ്യസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞാൽ അവൻ നന്നായിട്ട് വർത്താനം പറയുന്ന ആളാട്ടോ എന്നാണ്. അപ്പോൾ ഇന്റർലൊക്യൂട്ടർ, ഇന്റർ എന്ന് പറയുമ്പോൾ തന്നെ മീഡിയേറ്റർ ആണല്ലേ. ഇന്റർലൊക്യൂട്ടർ മധ്യസ്ഥമായിട്ട് സംസാരിക്കാൻ അല്ലേ, ഒരു കോൺവെർസേഷനിൽ പോയി അത് പങ്കെടുക്കുന്ന ആളെ ഇന്റർലൊക്യൂട്ടർ എന്ന് പറയും. ദാറ്റ്സ് ഇറ്റ്. ഓർ ഇന്റർമീഡിയറി പോലെ അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്പീക്ക് എന്ന വാക്കാണ് ലോക്ക് എന്ന വാക്കിൻ്റെ ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് ഓർത്തിരുന്നു. അടുത്ത അമൗണ്ട് ടു സംതിങ് അറിയാലോ. ദിസ് അമൗണ്ട്സ് ടു ദിസ്, ഇത് കാരണമായി എന്ന് പറയില്ലേ. കാരണമായതിനേക്കാൾ കൂടുതലായിട്ട് ബി ഓർ ആഡ് അപ്പ് ടു പെർട്ടിക്കുലർ ടോട്ടൽ. ഇങ്ങനൊരു ടോട്ടൽ അവസാനം ഇങ്ങനൊരു ആയി, അവസാനം വന്നപ്പോൾ കുന്നുകൂടി ഇത്ര ആയി വന്നു എന്നൊക്കെ പറയല്ലേ. ദിസ് അമൗണ്ട്സ് ടു ദാറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. ദാറ്റ് ഈസ് അമൗണ്ട് ടു സംതിങ് എന്ന് പറയാം. വളരെ റെഗുലർ ആയിട്ട് നമ്മളൊക്കെ നമ്മുടെ സംസാരത്തിൽ വരുന്നൊരു ഫ്രേസൽ വേർബാണ് അമൗണ്ട് ടു സംതിങ്, അമൗണ്ട് ടു എന്ന് പറയുന്നത്.
പിന്നെ ഓൺ ദ സെയിം ലൈൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓൺ ദ സെയിം ലൈൻ, വി ആർ ഓൺ ദ സെയിം പേജ്. ഞങ്ങൾ ഒരേ യുനാനിമസ് ആയിട്ട് തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ ഇതിലാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഓൺ ദ സെയിം ലൈൻസ് എന്ന് പറഞ്ഞാൽ ബീങ് ഓൾമോസ്റ്റ് സിമിലർ, കംപ്ലീറ്റ്ലി സിമിലർ അല്ല, എക്സാക്ട് സെയിം ഒന്നുമല്ല, ഏറെക്കുറെ സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയില്ലേ, അതിനെയാണ് ഓൺ ദ സെയിം ലൈൻസ് എന്ന് പറയാം. ഓർത്തോണേ, ഓൺ ദ സെയിം ലൈൻസ് എന്ന് പറഞ്ഞാൽ ബീങ് ഓൾമോസ്റ്റ് സിമിലർ, കംപ്ലീറ്റ്ലി അല്ല, ഏറെക്കുറെ സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഓൺ ദ സെയിം ലൈൻസ് എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. യെസ്, അടുത്ത് നോക്കിയോ, ഇൻ ദ ഓഫിങ്. ഇൻ ദ ഓഫിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻ ദ ഓഫിങ് എന്ന് പറഞ്ഞാൽ ലൈക്ലി ടു ഹാപ്പൻ, സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറയില്ലേ, എന്താ പറയാ, എന്താണ്, ഇമിനന്റ് അല്ലെ, ഇമിനന്റ് വരാൻ പോകുന്ന അല്ലെ, അല്ലെങ്കിൽ ഓൺ ദ വേ, നടക്കാൻ ചാൻസ് നല്ല കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ ദ ഓഫിങ്, ഇങ്ങനെ ഒരു ചർച്ച നടക്കാൻ പോകുന്നുണ്ട്, മിക്കവാറും നടക്കുമായിരിക്കും. ഇറ്റ് ഈസ് ഇൻ ദ ഓഫിങ്, ദ ഡിസ്കഷൻ ഈസ് ഓൺ ദ ഓഫിങ് ഇൻ ദ ഓഫിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ, ഉടനെ എന്തായാലും ഡിസ്കഷൻ നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ എന്ന് പറയില്ലേ, അതാണ്. സോ ഇൻ ദ ഓഫിങ് ഓർത്താൽ മതി. അല്ലെങ്കിൽ മൺസൂൺ ഈസ് ഇൻ ദ ഓഫിങ് എന്ന് പറഞ്ഞാൽ മൺസൂണിന്റെ വരാൻ പോകുന്ന തോന്നുന്നത് എന്ന് പറയില്ലേ, ആ സാധനം ഓർത്ത് വെച്ചോളാം. അടുത്ത പെൻസിൽ ഇൻ, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെൻസിൽ ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻസിൽ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും എഴുതി വെക്കാനല്ലേ, അത് വെച്ച് പഠിച്ചോളൂ. പെൻസിൽ ഇൻ ചെയ്യുന്ന എപ്പോഴാണ്, എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട്. എന്താ എഴുതുന്നത്, ആ എഴുതുന്ന ഓർത്താൽ മതി. പുട്ട് ഓൺ എ ഷെഡ്യൂൾ കുറിച്ച് വെച്ചേക്കാം. ഒരു മീറ്റിംഗ് വരുന്നുണ്ട്, വേഗം കുറിച്ച് വെച്ചേക്കാം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ പറയാം പുട്ട് ഓൺ എ ഷെഡ്യൂൾ എന്ന് പറയും. അറേഞ്ച് ഫോർ സംതിങ് ടു ഹാപ്പൻ ലേറ്റർ, പിന്നെ നടക്കാനുള്ള കാര്യമാണ്, അതിനുവേണ്ടി ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അടുത്ത ട്യൂസ്ഡേ എന്താ പരിപാടി, അപ്പോൾ നമ്മൾ എഴുതണം ഐ ഹാവ് ടു പെൻസിൽ എന്നല്ലേ, ഇതാണ് പരിപാടി എന്നുള്ളത് നേരത്തെ എഴുതി വെക്കണം. ഡയറിലൊക്കെ നമ്മൾ കുറിച്ച് വെക്കില്ലേ, ഡയറിൽ എഴുതി വെക്കും, അയ്യോ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അല്ലേ, നമ്മൾ നമ്മുടെ ഷെഡ്യൂൾസ് സെറ്റ് ചെയ്ത് വെക്കില്ലേ, അതിനാണ് പെൻസിൽ എന്ന് പറയാം. ഫ്രേസൽ വേർബാണ്, പഠിച്ചിട്ടുണ്ട് നമ്മൾ, പക്ഷെ കുറേ നാളായി ഇപ്പം, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 4 months ഒക്കെ ആയി കാണും. അപ്പോൾ അത് മറന്നുപോയി കാണൂലേ, അപ്പോൾ പെൻസിൽ. പിന്നെ പുതിയ കുട്ടികളുണ്ടാവും, 4 months കഴിഞ്ഞ് വന്നവരും ഉണ്ടാവും. അതുകൊണ്ട് പെൻസിലിന് ഓർത്തിരിക്കുക, അറേഞ്ച് ഫോർ സംതിങ് ടു ഹാപ്പൻ ലേറ്റർ, അല്ലെങ്കിൽ പുട്ട് ഓൺ എ ഷെഡ്യൂൾ എന്ന 2 രീതിയിൽ നമുക്ക് അതിനെ പറയാം. അടുത്ത ഡിഫൈ ദ ഓഡ്സ്. എന്താ ഡിഫൈ ദ ഓഡ്സ്? എഗൻസ്റ്റ് ദ ഓഡ്സ് നമ്മൾ കേട്ടിട്ടില്ലേ, അതിനെതിരെ, ഓഡിനെതിരെ, പ്രോബ്ലംസിന് എതിരെ, ഡെസ്പൈറ്റ് സെറ്റ്ബാക്സ്, എന്തൊക്കെ പ്രശ്നം അല്ലേ, ഒരു ഇന്ദ്രന് ചന്ദ്രനും എന്നെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് ഡിഫൈ ദ ഓഡ്സ്. ഓഡുകൾ എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇസ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പ്രശ്നം ആണ്, പ്രോബ്ലമാണ്. അപ്പോൾ ഡിഫൈ ചെയ്യാതിനെ എന്ന് പറഞ്ഞാൽ ഡിസബോയ് ചെയ്യുക, അതിനൊന്നും നിരാകരിക്കുക, അതിനെ മൈൻഡ് ചെയ്തിടുക. അപ്പോൾ ഡെസ്പൈറ്റ് സെറ്റ്ബാക്സിനെ മൈൻഡ് ചെയ്തിരിക്കുക, ദാറ്റ് ഇസ് ഡിഫൈ ദ ഓഡ്സ്. ഓർത്ത് വെച്ചോളാം. ഇതൊക്കെ നിങ്ങൾ കേട്ട് പരിചിതമായിരിക്കും, പക്ഷേ എക്സാമിന് വരുമ്പോൾ നമ്മൾ പെട്ടിരിക്കും, അത് വേണ്ട, അതിന് വേണ്ടിയാണ് കേട്ടോ ഇത് എഴുതുന്നത്. യെസ്, ഇലക്യൂഷൻ, ഇലക്വന്റ് പറയില്ലടാ, എലക്വന്റ്. ഹീസ് എൻ എലക്വന്റ് സ്പീക്കർ അല്ലെ, റിജിനെ കേട്ടിട്ടുണ്ടായിരിക്കും. ഹീസ് എൻ എലക്വന്റ് സ്പീക്കർ. ഈ എലക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ഫ്ലോയിൽ സംസാരിക്കുന്ന എന്നർത്ഥമാണ്, അതാണ്. ഓർത്തോണേ. മഴയാണല്ലോ, ഇവിടെ മഴയാട്ടോ, ഞാനത് പറയാൻ വിട്ടു എല്ലാവരോടും. നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോഴേക്കും മറ്റു ജില്ലകളിലൊന്നും മഴയില്ല. നേരെ ചുരം കയറിയപ്പോൾ തന്നെ ഡ്രിസ്ലിംഗ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, അത് പിന്നെ കോടമഞ്ചിൻ്റെ ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. നല്ല രസമാട്ടോ, രാത്രിയിൽ പോകുമ്പോഴും വെളുപ്പിന് കയറി വരുമ്പോഴും നമ്മുടെ ചുരം കാണാനേ അതൊരു ഭംഗിയുള്ളൊരു കാഴ്ച, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എണീറ്റിങ്ങനെ ഇരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും, അപ്പം മുതൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. അപ്പം മുതൽ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിടും. അതുവരെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമായിരിക്കും. പിന്നെ ജാക്കറ്റൊക്കെ എടുത്ത് അയ്യോ എന്നൊക്കെ വിചാരിച്ചിരിക്കും. അതൊരു വല്ലാത്തൊരു സുഖം, വല്ലാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലാണ്, നല്ല വൈബ. ഓക്കെ, അങ്ങനെ. അപ്പോൾ എന്താ പറഞ്ഞു വന്നേ, അത്. എന്നിട്ട് മഴയായിരുന്നു, ഇവിടെ മഴയായിരുന്നു, അങ്ങനെ ഒരു കാര്യമുണ്ട്. സോനലും തിരക്കായി, ഓണത്തിൻ്റെ തിരക്കായിപ്പോ അല്ലേ, കുഴപ്പമില്ല. ലെറ്റ്സ് ഗെറ്റ് ബാക്ക്, നമുക്ക് അല്ലേ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക്, തിരിച്ചു വരാം. കൊള്ളാം. ഓക്കെ, റജിന നിനക്ക് എന്താടാ പേടി? നീ എന്തിനാ പേടിക്കുന്നേ? നീ ഒറ്റയ്ക്കാണല്ലോ, എന്താടാ നീ മിടുക്കനല്ലേ അല്ലേ? കൊള്ളാം, അടിപൊളി. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ലേറ്റ് ആയിട്ട് വന്നവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ത്യാസ് ഇന്റർലോക്യൂട്ടർ ഹാഡ് എ ഹീറ്റഡ് എക്സ്ചേഞ്ച് വിത്ത് ഹിസ് അമേരിക്കൻ കൗണ്ടർ പാർട്ട് over their affinity to Pakistan. That's great. നിധി എത്ര കാലം കണ്ടിട്ട് അലോറ ആർട്സ് എന്ന പേര് കേട്ട് ഞാൻ മറന്നുപോയി, കേട്ട കാലം മറന്നു. നിധിനെ ഒരുപാട് കാലമായിട്ട് കണ്ടു. എഡിറ്റോറിയൽ ഇപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം. വെൽക്കം ബാക്ക് കേട്ടോ, കുറേ നാളുകൾക്ക് ശേഷം തിരുമ്പി വന്നിട്ടേ. കൊള്ളാം. യെസ്, എ പേഴ്സൺ ഒഫീഷ്യലി ഇൻവോൾവ് ഇൻ എ കോൺവെർസേഷൻ. അത് തന്നെ സുകന്യ, അത് തന്നെ. ദാറ്റ് ഇസ് ഇന്റർലോക്യൂട്ടർ അല്ലേ, അത് തന്നെ. സ്മോൾ ആൻഡ് റെഗുലർ മന്ത്ലി സേവിങ്സ് വിൽ amount to a substantial amount over the course of time. That's great sentence. That's great. Yes, imminent അല്ലേ? യെസ്, ഇറ്റ് ഈസ് ഇമിനൻറ്റ്, വരാൻ പോകുന്ന എന്നുള്ള അർത്ഥം. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയത് അല്ലേ. പെൻസിലിൻ പ്രോക്രാസ്റ്റിനേഷൻ ആണോ? അല്ലല്ല, പെൻസിലിൻ പ്രോക്രാസ്റ്റിനേഷൻ അല്ല. നമ്മളിപ്പോൾ നാളെ നിനക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിച്ചോ, യു ആർ പെൻസിലിംഗ് ഇറ്റ് ഡൗൺ. ഐ ആം പെൻസിലിംഗ് ഇറ്റ് ഡൗൺ. ഐ ഹാവ് എ മീറ്റിംഗ് ടുമോറോ ആൻഡ് ഐ ആം പെൻസിലിംഗ് ഇറ്റ് ഡൗൺ. അതായത് നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനത് പെൻസിലിംഗ് ചെയ്യുവാണ്, ഞാനത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ്. ഐ ആം പുട്ടിംഗ് ഇറ്റ് ഓൺ ഷെഡ്യൂൾ. ഇല്ല, മറന്നുപോകും.
You're setting it as a reminder. It's not procrastination. It's not that. Yes. I don't think we are on the same lines regarding that deal. That's great sentence. Bangladesh Prime Minister Sheikh Hasina's arrival to India as an interlocutor amounts to strengthening the relationship between India and Bangladesh. That's great, Arti. Great. While the mediation is going on, the interlocutor interlocutor gives a good suggestion to solve the issue properly. കേട്ടോ, ഒന്നെങ്കിൽ ഗിവ് കൊടുക്കുക അല്ലെങ്കിൽ ഗെയ്വ് കൊടുത്തു എന്നുള്ള അർത്ഥത്തിൽ. Oblique winter is in the offing. Great. Yes, winter is coming. Cillian, winter is coming. Game of Thrones. Great. Shorthand എഴുതിയതല്ലേ between Ardi. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. But it's okay. You made it right again. Defy the odds. The show must go on. Yes. Show must go on. Jokerle dialogue ഞാൻ എപ്പോഴും ഓർക്കുന്നത്. As your secretary to pencil in the schedule of the meeting. Okay, that's great sentence. The interlocutor's pronunciation made disparity among the members. That's great. If an event or appointment is penciled in. സുകന്യ, ആ സെന്റൻസ് ആയില്ലല്ലോ, അതൊരു ക്ലോസ് അല്ലേല്ലോ. ഇഫ് an event ഒരു ഇവന്റോ അപ്പോയിന്റ്മെന്റോ പെൻസിൽ ഇൻ ചെയ്താൽ ബാക്കി എന്ത് വരും? ഇഫ് an event or appointment is penciled in, കോമ കഴിഞ്ഞിട്ട് അടുത്ത മെയിൻ ക്ലോസ് കൊടുത്തേ. സംതിങ് വിൽ എന്താണ്? ഇറ്റ് വിൽ ബി ഈസി അല്ലേ? ആ ഇവന്റോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് നമ്മൾ പെൻസിലിൻ ചെയ്താൽ ഇറ്റ് വിൽ ബി ഈസി, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ റിമൈൻഡർ ഫോർ us. അങ്ങനെ എന്തെങ്കിലും അതിനെ ആ മെയിൻ ക്ലോസ് എന്നിട്ട്, ഇതിപ്പം സബോർഡിനേറ്റ് ക്ലോസ് ആണ് അല്ലെ, ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഇതിനെ മീനിങ് ആക്കണമെങ്കിൽ നമുക്കൊരു മെയിൻ ക്ലോസ് വേണം. മെയിൻ ക്ലോസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല, അതൊന്ന് കൊടുക്കണേ. ദ ഗ്രൂപ്പ് ഡിസ്കഷൻ ഫേസസ് അബൌട്ട് ടു അറൈവ് ആൻഡ് ഷീ നീഡ്സ് ടു ബി അലാംഡ് ടു ബി ആൻ ഇന്റർലോക്യൂട്ടർ വിത്ത് റിലവന്റ് ആർഗ്യുമെന്റ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. ബൈക്കിലൊന്നുമില്ല പോയത്. KSRTC ബസ്സിൽ ഇരുന്നാലും ജാക്കറ്റ് ഇടാം കേട്ടോ. നൈസായിട്ട് അവൻ ബൈക്കിൽ പോകുമ്പോൾ മാത്രമേ ജാക്കറ്റ് ഇടാൻ പറ്റുള്ളൂ. കൊള്ളാലോടാ, നീ ഏത് നാട്ടിലാണ്? ഞങ്ങൾക്ക് കേരളക്കാർ പാവങ്ങളാ. അവനൊരു ബൈക്ക്. Sri Lanka defied the odds by beating Pakistan in the Asia Cup final. That's great. The penciled in activities are not met. ഷെഡ്യൂൾഡ് ആക്ടിവിറ്റീസ് അല്ലേ? കൃഷ്ണാഞ്ജന നമ്മൾ ഇവിടെ പെൻസിൽ എന്ന് പറയുമ്പോൾ ഫ്രേസൽ വേർബായിട്ട് ഉപയോഗിക്കാം. പെൻസിൽഡ് ഇൻ ആക്ടിവിറ്റീസ് എന്ന് പറയുവാണെങ്കിൽ അതിനെ ഹൈഫനേറ്റഡ് ആയിട്ട് ഒറ്റയാക്കി എഴുതാം. ഇപ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ട് കൃഷ്ണാഞ്ജനയ്ക്ക് കൊടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ദ പെൻസിൽഡ് ഹൈഫൻ ഇൻ ഒരുമിച്ച് കൊടുക്കുക. അപ്പോൾ അത് അഡ്ജക്റ്റീവായി കേട്ടോ, കൊടുക്കണം. ജോമി ഗുഡ് മോർണിംഗ്. തിരക്കൊക്കെ കഴിഞ്ഞോ? പാർവതി ഗുഡ് മോർണിംഗ്. ബാക്ക് വീണ്ടും കുറേ നാളിന് ശേഷം. പാർവതി ഒരു ഗ്യാപ്പ് വന്നല്ലോ, അതോ എനിക്ക് വന്നുകൊണ്ടാണ് തോന്നുന്നത് എനിക്കറിയില്ല, പക്ഷേ പാർവതിക്കും ഗ്യാപ്പ് വന്നപോലെ എനിക്ക് ഫീൽ ചെയ്തു. The course fee amounts to rupees 5,000. All right, that's great. The interlocutor finally put an end to the age-old dispute between two families. That's great, Jinu. The debate is in the offing. The interlocutor has come. That is great, Ashura. Yes. Aikarന്റെ Prelims qualify. അന്ന് എന്നോട് പറഞ്ഞിട്ട് പോയതാണ് ഐക്കാറിൻ്റെ, എനിക്ക് ഓർമ്മയുണ്ട്. അടിപൊളി മിടുക്കി. ഇനിയിപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ട് തകൃതിയായിട്ടുള്ള എന്താ പറയുക പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കേട്ടോ. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സന്തോഷം. ഹാപ്പി ടു ഹിയർ ദാറ്റ്. കാരണം ഈ ഒരു സന്തോഷം പങ്കുവച്ചാൽ വളരെ ഹാപ്പി കേട്ടോ. താങ്ക് യു സോ മച്ച്. Alan Mars project is in the offing. That's great. Tomorrow is a grand opening of his new venture. It should be penciled in. That is great. That's great. If the husband and wife are on the same lines, it will solve many problems. That is great. The program is already penciled down. Pencil down alanaga. Penciled in തന്നെ കൊടുക്കണം. It will carry on under any circumstances. അതന്നെ ഒരു ഇന്ദ്രനെ ചന്ദ്രനും തടുക്കാനാവില്ല എന്നല്ലേ. That's great. On the same lines and on the same page same meaning ആണോ? ആണ്. On the same line എന്ന് പറഞ്ഞ സെയിം ലൈൻസ് പറഞ്ഞാൽ ഏറെക്കുറെ സിമിലാരിറ്റി ഉണ്ടെന്നാ. On the same page എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നു അല്ലേ. We are on the same page എന്ന് പറഞ്ഞാൽ കാര്യം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. സെയിം സാധനം തന്നെ. Yes, that's great. Both the parties were on the same lines. Yes. ഓണത്തിൻ്റെ തിരക്കായിരുന്നു അല്ലേ? Of course. I will. ഞാൻ പറഞ്ഞില്ല, എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി is so close to my heart. ഓരോരുത്തരെ എനിക്കറിയാം. അപ്പോൾ മറക്കണ്ട പിള്ളേരെ, interlocutor amount to something on the same lines in the offing, pencil in, defy the odds. ഓർത്തു വെച്ചോ, തീർന്നിട്ടില്ല. Moving to next page, get over. Please get over it. അല്ലെങ്കിൽ it's time to get over it. എടാ മതി, കഴിഞ്ഞു, അത് കഴിഞ്ഞു, വിട്ട് കളാതെ അല്ലേ. ലെറ്റ്സ് ഗെറ്റ് ഓവർ ഇറ്റ്. ലെറ്റ്സ് ഗെറ്റ് ഓവർ അല്ലേ. ലെറ്റ്സ് ഗെറ്റ് ഓവർ ഫ്രം സംതിങ്, ഗെറ്റ് ഓവർ ഫ്രം സംബഡി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എന്താ ഗെറ്റ് ഓവർ ചെയ്യാന്ന് വെച്ചാൽ റിക്കവർ ഫ്രം സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിക്കവർ ആകുക അല്ലേ. ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നടന്നു, മേ ബി എ ബാഡ് സിറ്റുവേഷൻ ഹാപ്പൻ ടു യു ഓർ സംതിങ് ബാഡ് അല്ലേ നടന്നു. ഇപ്പം നമ്മൾ പറയില്ലേ അതൊക്കെ വിട്ടുകളാം, നമുക്കത് ഗെറ്റ് ഓവർ ചെയ്യേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തിട്ട് യു ആർ ഗെറ്റിംഗ് ബെറ്റർ
അല്ലേ, കുറച്ചുകൂടി ബെറ്റർ ആവുക, അതിനാണ് ഗെറ്റ് ഓവർ ചെയ്യുക എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്രേസൽ വേർബ്, വളരെ കോമൺലി യൂസ്ഡ് ആണ്, ഇൻഫോർമൽ വേ ആണ്, വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വേർബാണ് ഗെറ്റ് ഓവർ. എനിക്കൊന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞല്ലേ, ഹി ഗോട്ട് ഓവർ ഫ്രം എ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഹി ഗോട്ട് ഓവർ ഫ്രം എൻ ആക്സിഡൻറ്റ് എന്നൊക്കെ നിങ്ങൾ പറയുന്നിട്ടുണ്ട്, ഉണ്ടാവും അല്ലേ, ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. ബിക്കോസ് ഇത് ഡെയിലി യൂസേജ് ആണ്, നമ്മുടെ ഡെയിലി യൂസേജിലുള്ള ഒരു വാക്കാണ്. അടുത്ത വൈൻഡ് അപ്പ് പറയാറുണ്ട് ഒരു തവണ. എനിക്ക് ഈ വൈൻഡ് അപ്പ് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നുണ്ട്, ഞാൻ ഈ കൺഫ്യൂസിങ് വേർബ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് എനിക്ക്, അതെൻ്റെ ഒരു ഫേവറേറ്റ് ചാപ്റ്ററാണ്. ഫേവറേറ്റ് ടെൻസസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റർ. ഞാൻ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ടെൻസ് പഠിപ്പിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള വേറൊരു ചാപ്റ്റർ, ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ എല്ലാ ബാച്ചിനും കൺഫ്യൂസിങ് വേർബ്സ് എടുക്കും. ഇനി നമുക്ക് ഷോർട്ടാണ്, നമ്മുടെ അവർ ഷോർട്ടാണെങ്കിൽ മാത്രം ഞാൻ കൺഫ്യൂസിങ് വേർബ്സ് എടുക്കില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് വൈൻഡ് എന്ന വാക്ക്. അപ്പോൾ വൈൻഡ് എന്ന വാക്ക് കാണുമ്പോൾ പലരോട് പക്ഷേ വൈൻഡിൻ്റെ അർത്ഥം ഫിനിഷ് ചെയ്യാന്നല്ലേ, എൻഡ് ചെയ്യാന്നല്ലേ അർത്ഥം എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും നോ, വൈൻഡിൻ്റെ അർത്ഥമല്ല ഫിനിഷ് ചെയ്യാന്നുള്ളത്, വൈൻഡപ്പിൻ്റെ അർത്ഥമാണ് ഫിനിഷ് ചെയ്യാന്നുള്ളതെന്ന് പറയും. കാരണം വൈൻഡപ്പ് ഇസ് എ ഫ്രേസൽ വേർബ്. ഓർത്തോണേ, വൈൻഡപ്പ് ചെയ്യുക ആൻഡ് വൈൻഡ് ചെയ്യുക രണ്ടാണ്. ഒരെണ്ണം ഫ്രേസൽ വേർബായിട്ട് വരുമ്പോൾ അതിൻ്റെ മീനിങ്ങേ മാറി അല്ലേ. ഗെറ്റ് കിട്ടുക എന്നാണല്ലോ, പക്ഷെ ഗെറ്റ് ഓവർ എന്ന് പറയുമ്പോൾ ഒന്നും കിട്ടുക എന്നല്ലല്ലോ അർത്ഥം, അതാണ് വ്യത്യാസം അല്ലേ. അങ്ങനെ ഒരു യൂസേജ് ഉണ്ട്. ഫ്രേസൽ വേർബ് വരുമ്പോൾ മീനിങ്ങേ മാറുവേ. അപ്പോൾ വൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈൻഡ് ചെയ്യുക പറയില്ലേ, മാപ്പ് വൈൻഡ് ചെയ്യുക, അൺവൈൻഡ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ചുരുളഴിക്കുക ഈസ് അൺവൈൻഡ് ചെയ്യുക, വൈൻഡ് ചെയ്യുക ചുരുട്ടി വെക്കുക, ഒരു കാര്യം ചുരുട്ടി വെക്കുക അല്ലേ. നമ്മൾ എന്താണ്, ഞാൻ എപ്പോഴും പിള്ളേരോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കപ്പാസിറ്റർ, ഇപ്പോൾ ഫാനിൻ്റെ കപ്പാസിറ്റർ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഒന്ന് കോയിൽ ചെയ്ത് കൊടുക്കുക അതിനെ അല്ലേ, ഒന്ന് ചുറ്റി കൊടുക്കുക അതിനെ. അതുപോലെ തന്നെയാണ് നമ്മൾ ക്ലോക്ക് വൈൻഡ് ചെയ്യാന്ന് പറയാം, സെയിം സാധനമാണ്, ചുറ്റിയ പറയും അല്ലേ. പക്ഷേ വൈൻഡപ്പ് എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. വൈൻഡപ്പ് ഇസ് എ ഫ്രേസൽ വേർബ്, അതിൻ്റെ അർത്ഥം ഇതാണ്, ബ്രിങ് ടു ആൻ എൻഡ്, ഫിനിഷ് സംതിങ്. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൂടെ വൈൻഡപ്പിനുണ്ട്, ബി എന്ന പെർട്ടിക്കുലർ സിറ്റുവേഷൻ, വല്ലാത്തൊരു അവസ്ഥയിൽ, എന്തോ ഒരു അവസ്ഥ, അപ്പോൾ പെർട്ടിക്കുലർ അവസ്ഥയിൽ ഇരിക്കുന്നു, അതിനെ വൈൻഡപ്പ് എന്ന്. ഹീസ് വൗണ്ട് അപ്പ്. വൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് വൗണ്ടാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ടത്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വൗണ്ടാണ് V2 V3, വൗണ്ടാണ് V2 V3. അപ്പോൾ വൈൻഡഡ് അപ്പ് എന്നൊന്നും എഴുതി വെച്ചേക്കരുത്, വൈൻഡപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് വൗണ്ട്. അപ്പം വൈൻഡ്, വൗണ്ട് പിന്നെ വൈൻസ്, V5 ആകുമ്പോൾ S ഇട്ട് കൊടുത്താൽ മതി അല്ലേ, അടുത്ത് കൊടുത്താൽ മതി. അടുത്ത ഫൈൻ ട്യൂൺ. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ പാസ് ഔട്ട് ആയ പിള്ളേർക്ക് അറിയായിരിക്കും, ഫൈൻ ട്യൂൺ യുവർ ഗ്രാമർ എന്നങ്ങാണ്ട് പറഞ്ഞ് നിങ്ങൾക്കൊരു കോമൺ പേപ്പർ ഉണ്ട്. ഞാനൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വന്നേക്കുന്ന ഒരു കോമൺ പേപ്പറാണ് ഫൈൻ ട്യൂൺ, പക്ക ഗ്രാമറിൻ്റെ ഭയങ്കര ഒരു ടെക്സ്റ്റ്. MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഫസ്റ്റ് സെമ്മിലാണോ സെക്കൻഡ് സെമ്മിലാണോ എന്ന് എനിക്കറിയില്ല, ഏറെക്കുറെ ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ എന്ന് പറഞ്ഞിരുന്നു. കാരണം എൻ്റെ അനിയത്തി MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഇപ്പം ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവൾ വന്നപ്പോഴേക്കും അവൾ ഫൈൻ ട്യൂൺ വന്നു, ഇവിടെ ടെക്സ്റ്റ് ഇരിപ്പുണ്ട്, അപ്പോൾ അത് കണ്ടു. ഫൈൻ ട്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, യു ഫൈൻ ട്യൂൺ സംതിങ്, ഫൈൻ ട്യൂൺ ദി ഇൻസ്ട്രുമെന്റ്, ഫൈൻ ട്യൂൺ ദി സബ്ജക്ട്, ഫൈൻ ട്യൂൺ സംതിങ്, എന്തോ ആയിക്കോട്ടെ. ഫൈൻ ട്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ, മേക്ക് ടൈനി ചേഞ്ചസ്, ചെറിയ ചേഞ്ചസ് വരുത്തുക, ടു ബെറ്റർ സംതിങ്, ഒരു കാര്യത്തിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി. ട്യൂൺ ചെയ്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളതിനെ സെറ്റ് ആക്കാന്നല്ലേ. അപ്പോൾ ഫൈൻ ട്യൂൺ എന്ന് പറഞ്ഞാൽ മേക്ക് ലിറ്റിൽ ചേഞ്ചസ് ആട്ടോ, വളരെ ചെറിയ, ലിറ്റിൽ അല്ല, ടൈനി ചേഞ്ചസ്, സ്മോൾ ചേഞ്ചസ് ടു ബെറ്റർ സംതിങ്, ചെറിയ ചേഞ്ചസ് വരുത്തി ഒരു കാര്യത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഫൈൻ ട്യൂൺ എന്ന വാക്ക് പറയും. ഇറ്റ്സ് എ വേർബ് കേട്ടോ, ഇതൊരു വേർബാണ്, അത് ഓർത്തോണേ. ഇത് ഫൈൻ ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ നൗണായിട്ട് ഉപയോഗിക്കണമെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. നൗണായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ, ഇത് വേർബാണ്, നൗണായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം അതിനെ, ഫൈനിങ് ട്യൂൺ എന്ന് പറയും. ഇന്ന് ഫൈനിങ് ട്യൂൺ എന്നാണ് നിങ്ങൾ ഇതിനെ കാണുക. ജെറണ്ടായിട്ട് ഉപയോഗിച്ചോ ഫൈനിങ് ട്യൂൺ, അപ്പോഴും നമ്മൾ ഹൈഫനേറ്റഡ് ആക്കി ഇട്ട് കൊടുത്താൽ മതി, ഫൈനിങ് ട്യൂൺ എന്ന് പറയും, അങ്ങനെ പറയും. അതിനെ നൗണായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, ഓക്കെ, നൗൺ ഫോർമുലേഷനിൽ നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുക. അടുത്ത് നോക്കി, മിസ് ഔട്ട് ചെയ്യുക, ഡോണ്ട് മിസ് ഔട്ട് ഓൺ യുവർ ലൈഫ്. ഇങ്ങനെയൊക്കെ നടന്നോട്ടെ, ഗെറ്റ് ഓവർ ഇറ്റ് ആൻഡ് നെവർ മിസ് ഔട്ട് ഓൺ യുവർ ലൈഫ്, നെവർ മിസ് ഔട്ട് ഓൺ എനി ഈവൻറ്റ് ഇൻ യുവർ ലൈഫ് എന്ന് പറയില്ലേ. നമ്മുടെ ലൈഫിൽ മതിയുടെ അതൊക്കെ റിക്കവർ ചെയ്ത് തിരുമ്പി വാ അല്ലേ പറയില്ലേ. എന്തുകൊണ്ടാണ്, യു ഡോണ്ട് ഹാവ് ടു, അല്ലെങ്കിൽ നെവർ മിസ് ഔട്ട് ഓൺ സംതിങ് അല്ലെ, ഇന്ന കാര്യം ഒന്നും മിസ് ഔട്ട് ആവരുത്. ഡോണ്ട് ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ചാൻസ്. നമ്മുടെ ലൈഫിൽ ഒരു ചാൻസ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ആ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ ഒരിക്കലും പോകരുത് അല്ലേ. എപ്പോഴും നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞു തരും അല്ലേ, മിസ് ഔട്ട് ചെയ്യരുതേ അല്ലേ. എവറി ഓപ്പർച്യൂണിറ്റി, സീസ് ദ ഓപ്പർച്യൂണിറ്റി അല്ലേ, സീസ് ദ ഡേ. എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാബ് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കുക, ഏറ്റെടുത്ത് നോക്കുക അല്ലേ, ഒന്നും വിട്ട് കളയരുത്. ദാറ്റ് ഇസ് മിസ് ഔട്ട്, ഡോണ്ട് മിസ് ഔട്ട് ഓൺ യുവർ ലൈഫ് ആണേ. യാ, ഓർത്ത് വെച്ചോണം, മറന്നു പോണ്ട. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ. ഹർഷ, ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് വരുന്നതാണോ ഹർഷ? യെസ്. ഫോർ സോൾവിങ് ആൻ ഇഷ്യൂ ആൻ ഇന്റർലോക്യൂട്ടർ ടേക്ക് പാർട്ട് എ പിവറ്റൽ റോൾ ഇൻ ദി മീഡിയേഷൻ. അവിടെയും പ്രവി ടേക്ക് പാർട്ട് അല്ല, 2 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ പ്രവി എന്താ പറ്റിയേ, ഇന്റർലോക്യൂട്ടർ സിംഗുലർ അല്ലേ, അപ്പോൾ ടേക്സ് പാർട്ട് എന്ന് കൊടുക്കണം അല്ലേ. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്തു, ടുക്ക് പാർട്ട് എന്ന് കൊടുത്തു, എന്നാലും കുഴപ്പമില്ല. ഗെറ്റ് ഓവർ ഫ്രം ദ ബ്രേക്കപ്പ്, ദാറ്റ്സ് ഗ്രേറ്റ്. ആ ഹർഷ, അതാ ഞാൻ പറഞ്ഞല്ലേ. സ്റ്റോപ്പ് ബ്രൂഡിങ് ഓവർ ദാറ്റ് ലോസ്, ഇറ്റ്സ് ഹൈ ടൈം വി ഗോട്ട് ഓവർ ഇറ്റ്. സിരിയൻ, ഗ്രേറ്റ്.
Can we get over this difficulty? Of course, Nandana. Pinnille, alle. Pinnendina mutte nammalakku ivide ulle. It took a long time for her to get over from the accident. That's great sentence. Later, Merlin, no problem. Let's roll on. Le, noka. Yes. We can get over from many difficulties when we get a job. Yes, ഉറപ്പായിട്ടും അല്ലേ? കുറച്ച് ജോലിയൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മൾ സെറ്റ് ആവും. മാത്രമല്ല കുറച്ച് പൈസ കയ്യിലോട്ട് കിട്ടുമ്പോഴേക്കും അല്ലെ നമുക്ക് മൊത്തം നമ്മുടെ ലൈഫിനൊന്ന് മാറ്റിമറിക്കാൻ പറ്റും. Emil, good morning. Welcome. If you continue in this path, you will wind up in pickle. All right, great. Mess. We're going to wind up this session within seconds. That's great. After pipped the post, the prosecution requested the court to pencil in next hearing. Great. I always said he would wind up in prison. കൊള്ളാലോ, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ നിന്റെ നാക്ക് കാരണല്ലേ? അങ്ങനെ കൊള്ളാം. When the bell rang, the sir wound up the class. Yes, that's great. Fine tune your English ആണ് മിസ്സേ. അത് തന്നെ, fine tune your English. അത് തന്നെ ഓർമ്മയുണ്ടല്ലേ? ഞാനത് ഓർത്തു വെക്കും. Let's wind up the discussion. Yes, he's a maestro in the making. He just needs a bit fine tuning. That's great. Defying the odds, the team backed first prize. അത് ബാഗ്ഡ് അല്ലടാ, ബാഗ്ഡ് അല്ല, ബാഗ് ചെയ്തു. നേടിയെടുക്കുക ബാഗ്ഡ് അപ്പ് ദ ട്രോഫി, ബാഗ്ഡ് അപ്പ് ദ ഇത് കേട്ടോ ജിനു. അല്ലടാ, അല്ലടി ഓർ അല്ലടാ, ആരാണോ? ബാഗ് ചെയ്യാട്ടോ, ബാക്ക് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാന്നാണ്. ഫസ്റ്റ് പ്രൈസ് സപ്പോർട്ട് ചെയ്യാന്നല്ല, ഫസ്റ്റ് പ്രൈസ് നേടി ബാഗ് ചെയ്തു. BAGGED, ബാഗ് ചെയ്യുക, ബാഗിൽ അല്ലേ, പ്രൈസ് ബാഗിലാക്കുക. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. Fine tune your lifestyle. That helps you to make wonders. Yes, definitely, Nidhi. The company wound up due to the internal disturbances. That's great. After missing out the deadline, they wound up the research. All right. I regret all the opportunities I missed out on to profess my love for her. That's great, Celine. Fine-tune the students. Ma'am, fine-tune the students every day. Fine-tune, avadella. Fine-tunes. Fine-tune. ഒരു സെക്കൻഡ്, ഫൈൻ സ്റ്റൂൺ, അത് ഫൈൻ സ്റ്റൂൺ തന്നെയാണോ അല്ലെ? ഹൈഫൻ വേണം. ഒരു സെക്കൻഡ്, ഞാൻ ഫൈൻ ട്യൂണിൻ്റെ ഇത് നോക്കട്ടെ. ഫൈൻ ട്യൂണിൻ്റെ V5 നോക്കട്ടെ കേട്ടോ, സെറ്റാക്കി തരാം. പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഫൈൻ ട്യൂൺ ട്യൂൺ എന്ന ഇതാ വേർബാണ്. അത് വേർബ് ട്യൂണാണ്. അപ്പം മാറ്റം വരുന്നത് ട്യൂണാണ്. ഫൈൻ ട്യൂൺഡ്, ഫൈൻ ട്യൂൺസ്. ഫൈനിലല്ല, ഫൈൻ നല്ലത് എന്നർത്ഥമാണ്. ആ നല്ലതാക്കി അല്ലേ, ഒരു കാര്യത്തിന് ബെറ്റർ ആക്കി എന്നർത്ഥമാണ് വരേണ്ടത്. അപ്പം എന്നെ കൊടുക്കണം എന്നറിയോ പ്രവി? ഫൈൻ ട്യൂൺസ് കൊടുക്കണം. മാം ഫൈൻ ട്യൂൺസ് കൊടുക്കണം കേട്ടോ, അപ്പോഴത് സെറ്റ് ആവും. മാം ഫൈൻ ട്യൂൺസ് സ്റ്റുഡൻസ് എവറി ഡേ. എന്നാലും ഇഷ്ടപ്പെട്ടു, താങ്ക് യു. വി ഷുഡ് ഗോട്ട് ഓവർ. എമിലെ ഷുഡ് എന്ന് പറയുന്നത് തന്നെ മോഡൽ ഓക്സിലറി വേർബാണ്. ഒരു മോഡൽ ഓക്സിലറി വേർബിന് ശേഷവും നീ എന്നെ ഇട്ട് കൊടുക്കാൻ പാടില്ല, V5 ഒന്നും ഇട്ട് കൊടുക്കാൻ. ഏതൊരു മോഡൽ ഓക്സിലറി വന്നാലും ഓർത്ത് വെച്ചോണം, അതിന് ശേഷം റൂട്ട് ഫോം ഓഫ് എ വേർബ്, ബേസ് ഫോം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ, ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് വേർബ് ഇട്ട് കൊടുക്കും. V1 വേർബിൻ്റെ ഫസ്റ്റ് ഫോം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോണേ. ഒരിക്കലും തെറ്റാൻ പാടില്ല, അത് വലിയൊരു തെറ്റാണ് കേട്ടോ. ഇറ്റ്സ് ബേസിക് തിങ്, വളരെ ബേസിക് ആയിട്ട് തിങ്ങാണ്, ഓർത്ത് വെച്ചോണം. യെസ്, ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. We should go over അത് തെറ്റാണ്. We should get over the issue regarding issue of stray dogs. Yes, ഇന്നലെ സ്ട്രേ ഡോഗ്സിനെ പറ്റി അല്ലേ, നമ്മുടെ കൽപ്പറ്റ ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ചാച്ചൻ്റെ കൂടെ ഒരു യാത്ര പോയായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ പോയപ്പോൾ ഞങ്ങളിങ്ങനെ കൽപ്പറ്റയിൽ ഇറങ്ങേണ്ട വന്നു, ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് കൽപ്പറ്റ നഗരത്തിൽ കേട്ടോ, അത് അവിടെ അതും ആ വലിയ ബസ് സ്റ്റാൻഡിൽ, പുതിയ ബസ് സ്റ്റാൻഡിൽ കൂടെ ഫുള്ള് സ്ട്രേ ഡോഗ്സാണ്. തട്ടിമുട്ടിങ്ങനെ നടക്കും അതുങ്ങൾ. വല്ലാത്തൊരു അവസ്ഥയാണേ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ. ഐ വൗണ്ട് അപ്പ് ടുഡേ വർക്ക് അല്ല, ടുഡേയ്സ് വർക്ക്, ഇന്നത്തെ വർക്ക്. ജോമി ടുഡേയ്സ് അപ്പോസ്ട്രോഫി കൊടുക്കുക കേട്ടോ. വിരാട് കോഹ്ലി ഗെറ്റ്സ് ഓവർ ഫ്രം ദി അബിസ്മൽ ഫേസ് ബൈ ഫൈൻ ട്യൂണിങ് ഹിസ് ബാറ്റിംഗ് സ്റ്റൈൽ ആൻഡ് ടേക്സ് അപ്പ് ദ ഗോൺലേ ഇൻ ദ വൈൻഡ് അപ്പ് മാച്ച്. വൈൻഡ് അപ്പ് ആണെങ്കിൽ അത് ഹൈഫനേറ്റഡ് കൊടുക്കടാ, ഹൈഫനേറ്റഡ് ആയിട്ട് കൊടുത്ത വിനു ലാസ്റ്റ് വൈൻഡ് അപ്പ്. ഓക്കെ, ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ഫോർ മീ ടു ഗെറ്റ് ഓവർ ദ ക്രൈസിസ്. ദാറ്റ്സ് ഗ്രേറ്റ്. യെസ്, get over the crisis. That's great. Other correct. COVID-19 caused many problems in life. Those who make the many problems in life. Those who anaga COVID-19 caused many problems in life of those who make both ends to meet. They are gradually getting over from it. From it manda, getting over it. Adu madi. Don't miss out the editorial session. It fine tunes your vocabulary. Yes, Samala, great, thank you. I missed out your classes last day. എനിക്ക്
അത് മിസ് ഔട്ടായി, ഞാനത് ഓർത്തു. ഐ ഡോണ്ട് നോ ഹൗ ഐ വൗണ്ട് അപ്പ് in this trouble. Yeah, that's great. Meeting was wound up in a clash. Okay, fine tunes laid down by the society. അല്ല ഉമ്മ, ഫൈൻ ട്യൂൺ ഇസ് എ വേർബ്, അതിനെ നമുക്ക് ഉപയോഗിക്കത്തില്ല, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഫൈൻ ട്യൂണിങ് അല്ല, ഫൈനിങ് ട്യൂൺ, സോറി എന്താണ്, സോറി ഒരു സെക്കൻഡേ, ഫൈനിങ് ട്യൂൺ എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്, ഫൈനിങ് ട്യൂൺ അല്ല, ഫൈൻ ട്യൂണിങ്, സോറി മൈ ബാഡ്. പിള്ളേർ ഇതൊരു ഒന്ന് തിരുത്തണേ, ഫൈൻ ട്യൂണിങ് ആണേ, എനിക്ക് എന്നാണോ പറ്റിയത്, ഫൈൻ ട്യൂണിങ് ആണ്, സോറി, അത് നൗണായിട്ട് ഉപയോഗിക്കണം, യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ഫൈൻ ട്യൂണിങ്. അപ്പം ഇങ്ങനെ കൊടുത്തു, അതിന് അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഫൈൻ ട്യൂണിങ് കൊടുത്തു കേട്ടോ ഉമ്മ, ഇങ്ങനെ കൊടുക്കാം. ഫൈൻ ട്യൂണിങ് laid down by the society and force the country to counter its economic sector and will eventually lead to an integrated threshold in the grounds of fellow man. That's great. I don't want to miss out the editorial session even a single day. നന്ദിഷ, അടിപൊളി, നീ വന്ന് കഴിഞ്ഞപ്പോൾ ഫുൾ സ്വിംഗ് ആണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. A new job wound up all her financial problems. That's great. And fine tunes the students every day. Yes, I got over this COVID-19. That's great. Our society is slowly getting over from the after effects of COVID-19 pandemic. Slowly. രണ്ട് സ്ലോലി വേണ്ടല്ലോ, രണ്ട് സ്ലോലി വേണ്ട, ഒരു സ്ലോലി കട്ട് ചെയ്ത് കളഞ്ഞു മേർലിൻ. ആസ് എ റുക്കി he decided to get over his failure and pointed out his right trajectory. That's great. Every day I'm trying to fine tune myself. That's great. Myself ഒറ്റ വാക്ക് കേട്ടോ അനക, മൈ സെൽഫ് അല്ല, മൈസെൽഫ് ഒറ്റ വാക്ക്. അതോ ഇനി എൻ്റെ സെൽഫിനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്, എങ്കിലും അത് കറക്റ്റാ, തെറ്റൊന്നുമില്ല. He has decided to wind up difficult job because he cannot overcome it. That's great. ആദർശേ, ഗുഡ് മോർണിംഗ്. ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ ഹൂസ് യൂസ് ചെയ്യുമോ മിസ്സേ? നോക്കട്ടെ, എവിടെ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞായിരുന്നു സെന്റൻസ്, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ അത്. ഹിസ് ഇൻസ്ട്രുമെന്റ്സ് അതാണോ അവൻ്റെ ഇൻസ്ട്രുമെന്റ്സ്? ഇൻസ്ട്രുമെന്റ്സ് നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. അവൻ്റെ പറയാം, കുഴപ്പമൊന്നുമില്ല. എടാ അല്ലേ, ഇടിയാണല്ലേ, കൊള്ളാം ജിനു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ഫൈൻ ട്യൂൺ യുവർ ലാംഗ്വേജ് ആൻഡ് ഗെറ്റ് ഓവർ ഫ്രം സ്പീക്കിംഗ് പ്രോബ്ലംസ്. നൈമ, ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ പിള്ളേരെ മറക്കണ്ട, നെക്സ്റ്റ് സെറ്റ് ചെയ്താൽ ഗെറ്റ് ഓവർ, വൈൻഡ് അപ്പ്, ഫൈൻ ട്യൂൺ, മിസ് ഔട്ട്. എല്ലാവരും തന്നെ സെന്റൻസ് മേക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. സോ ഓൾമോസ്റ്റ് 50 സ്റ്റുഡൻസ് ആർ വാച്ചിങ്. അപ്പോൾ എന്ത് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. പകുതി പേര് പോലും ലൈക്ക് ഇട്ടില്ല, അതാണ് നമുക്ക് സങ്കടം. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ജാഡ പിള്ളേരെ, ഡോണ്ട് ബി ജാഡാസ്. ഓക്കെ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു സെഷൻ എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോഴേ ഇന്നൊരു പ്രത്യേകതയുണ്ട്, മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട്, ടെസ്റ്റ് സീരീസിന് വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ഫ്ലാറ്റ് 22% ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്കിപ്പോൾ. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് കോഡ് Y314 കഴിഞ്ഞിട്ട് ഒരു S കൂടി ഇട്ട് കൊടുക്കണം എല്ലാത്തിനും കേട്ടോ. ബാങ്കിങ് ആയിക്കോട്ടെ, അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ എക്സാമിന് എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSC ആയിക്കോട്ടെ, അല്ലെ സുപ്രീം കോർട്ടിൻ്റെ ആയിക്കോട്ടെ, എല്ലാത്തിനും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പിൽ കയറി ചെന്ന് നോക്കുമ്പോൾ ലൈവ് ക്ലാസ്സിന് പകരം ടെസ്റ്റ് സീരീസിലുള്ള എടുത്ത് നോക്കിയത് നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് സീരീസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിനൊക്കെ ഇപ്പോൾ 22% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട് കുറവുണ്ട്. ആ ഡിസ്കൗണ്ടോടെ നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ചാൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് സീരീസ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, റിഗറസ് ആയ പ്രാക്ടീസ് ആവശ്യമുണ്ട്. അപ്പോൾ കോഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, Y314 ആണ് എൻ്റെ കോഡ്, അതിൻ്റെ ഒരു S ശേഷം ഒരു S കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. മറക്കണ്ടേ, Y314 യെസ്, അതാണ് ഞാൻ എടുത്തെഴുതിയത്, S കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. ടെസ്റ്റ് സീരീസുകൾക്ക്, മറ്റു കോഴ്സുകൾക്കൊക്കെ 17% ഡിസ്കൗണ്ട് കിട്ടും. അവിടെ S ഇട്ട് കൊടുക്കണ്ട, വെറുതെ Y314 കൊടുത്ത കോഴ്സുകൾക്ക്. ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുമ്പോഴും ബുക്സ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും എപ്പോഴും Y314 S ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് S ഓർ സ്പെഷ്യൽ. ഓക്കെ, മൂവിങ് ഓൺ. ഡിഗ്രി പ്രിലിംസിന്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട്, ഞാൻ ഷഫീഖ് സാറുമായിട്ട് ചെയ്തു, അമൽ സാർ ചെയ്തു, സജിത മിസ് ചെയ്തു. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്, പുതിയ പാറ്റേൺ ക്വസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത് കൃത്യമായിട്ട് കാണിച്ചു എന്നല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിഗ്രി പ്രിലിംസിന് എങ്ങനെയാണ് ക്വസ്റ്റൻസ് വരിക, അതിലും ടഫായിട്ട് വരാം. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഇനിയുള്ള 111 മണിക്കൂറുകൾ നമുക്ക് 1500+ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നു അല്ലേ. നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. 1500+ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസോടുകൂടെ നിങ്ങളെ എക്സാം ഹോളിലോട്ട് പറഞ്ഞു വിടും. ഇതാണ് ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന വാക്ക്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ, കോഴ്സ് പർച്ചേസ് ചെയ്യാം 1952 രൂപയ്ക്ക്. നിങ്ങൾക്ക് കോഴ്സ് 1952 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഉപയോഗിക്കേണ്ട കോഡ് എന്താ, Y314, Y314. കമ്പനി ബോർഡ് LGSന്റെ ഇന്നലെ ഒരു സൂമും കണ്ടക്ട് ചെയ്ത് അല്ലേ. കട്ട് ഓഫ് കൂടുതലായിരിക്കും എന്ന് വിചാരിച്ച് പല കുട്ടികളും തയ്യാറായിരിക്കുന്നില്ല. 1952 രൂപയ്ക്ക് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 21 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, വേഗം പർച്ചേസ് ചെയ്യുക. പിന്നെ ഇല്ലേ, ഡിഗ്രി പ്രിൻസിൽ ഈ ക്വസ്റ്റൻ ബാച്ച് എടുത്ത കുട്ടികൾ 2 ദിവസത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടു, 2 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ കമ്പനി ബോർഡ് LGSന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. 7ാം ക്ലാസ് തുല്യ പരീക്ഷയാണ് അല്ലേ. അപ്പോൾ അത് 7 പാസ്സായവർ അതിൽ മേലെ അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം, നമ്മുടെ കൂടെ നിൽക്കാം. അവസാന നിമിഷത്തേക്ക് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അവസാന നിമിഷം ഞാൻ ആലോചിച്ച് പഠിച്ചോളാം എന്ന് വിചാരിച്ചിരുന്ന എല്ലാവരിലും ബാക്കിയാവും. അവസാനം ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കും. ഓരോ എക്സാംസും ഓരോ ചാൻസാണ്, വിട്ട് കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ വേർഡ്സിലോട്ട്. ടാങ്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ എൻടാങ്കിൾ ചെയ്യുക. ടാങ്കിൾഡ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, നമ്മുടെ ഫ്രോസൺ ഒക്കെ പോലെ ഒരു ഇതിൻ്റെ പേരെന്താണ്, ഒരു ആനിമേഷൻ മൂവിയുണ്ട് ടാങ്കിൾഡ്. ചുറ്റപ്പെടുക എന്നാണ് അർത്ഥം, എൻടാങ്കിൾഡ് ആവുക. ഒരു വല്ലാത്ത, ഇപ്പോൾ ടാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്, എന്തോ ഒരു കൺഫ്യൂഷനിൽ കെടുത്തിയിരിക്കുകയാണ്. സ്നാർ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുക, ഡിസ്പ്യൂട്ട് ചെയ്യുക, ആർഗ്യൂ എന്നൊക്കെ അർത്ഥമാണ് അതിൻ്റെ വേർബിൽ വരിക. അപ്പം കുടുങ്ങുക, ചുറ്റപ്പെടുക. അപ്പം വേർബ് വരുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുരുക്കിൽപ്പെടുക, ഡിസ്പ്യൂട്ട് ചെയ്യുക, ആർഗ്യൂ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം വരിക. അപ്പം ടാങ്കിൾ എന്ന വാക്ക് ഓർത്ത് വെച്ചോളൂ, മറക്കണ്ട. അത് റീഫർബിഷ്, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. വേർബാണ്. റിനവേർട്ട് ചെയ്യുക, റികണ്ടീഷൻ ചെയ്യുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക. റീഫർബിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിന്, ഇപ്പോൾ ഇന്ത്യയും നമ്മുടെ US തമ്മിലുള്ള റിലേഷൻഷിപ്പിന് റീഫർബിഷ് ചെയ്യണം, ഒന്ന് റിനോവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പണി വാളും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അടുത്ത റിപ്ലനിഷ്. എന്താ റിപ്ലനിഷ് ചെയ്യുക? റീഫിൽ ചെയ്യുക, റീചാർജ് ചെയ്യുക, റീലോഡ് ചെയ്യുക, ഒന്ന് ഫ്രഷൻ ചെയ്യുക. ദാറ്റ് ഈസ് റീപ്ലനിഷ്, മറക്കണ്ട. ആൻഡ് കോൺടെസ്റ്റ് ആൻഡ് കണ്ടസ്റ്റ് ചെയ്യുക. കോൺടെസ്റ്റും കണ്ടസ്റ്റ് ചെയ്യാം അല്ലേ. കോൺടെസ്റ്റ് മത്സരം, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മാച്ച്. കണ്ടസ്റ്റ് ചെയ്യുക വേർബാണ്. കോമ്പീറ്റ് ചെയ്യുക, ഒപ്പോസ് ചെയ്യുക എന്നൊക്കെയാണ് അല്ലേ. കണ്ടസ്റ്റൻറ്റ്, നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ഇസ് എന്ന് പറഞ്ഞ് പറയാറില്ലേ, അത് ഓർത്തോണം. അടുത്ത അപ്രിഹെൻഷൻ ആണ്. അപ്രിഹെൻഷൻ നൗൺ ആണ്. 2 മീനിങ് ഉണ്ട് അപ്രിഹെൻഷന്. ആൻസൈറ്റി, ആങ്സ്റ്റ്, ഒരു വല്ലാത്തൊരു ആൻസൈറ്റി, ഒരു ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അക്കോർഡിംഗ് ടു മൈ അപ്രിഹെൻഷൻ, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കി വെച്ചനുസരിച്ച് എന്നൊക്കെ പറയില്ലേ. അപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഗ്രാസ്പ്, നമ്മുടെ ഒരു മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു അവസ്ഥയില്ല, അതിനാണ് ഗ്രാസ്പ് അല്ലെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം, അല്ലെങ്കിൽ അൻസൈറ്റി, ആങ്സ്റ്റ് എന്നൊക്കെ പറയാം. ഓർത്തോണേ. യാ, ലെറ്റ്സ് സീ യുവർ സെന്റൻസസ് അതിൻ്റെ ഇടയ്ക്ക്. യെസ്, നോക്കട്ടെ. It is if this business went on declining like this, it's better to wind up as soon as possible. Shamma say yes. You should fine-tune your character for better personality development. Shiny, yes. അതെ, ഷമ്മാസ് ഇപ്പഴാവുന്നതെന്ന് ഞാൻ വരുമ്പോഴേ ലൈക്ക് ഇടും. എന്താ ചെയ്യാനൊക്കെ, ചിലരില്ല എന്നുള്ള. മിസ്സിംഗ് ഔട്ട് എഡിറ്റോറിയൽ സെഷൻസ് കോസ്റ്റ് മീ ദ ഡേ. ഷമ്മാസ എനിക്കും സെയിം. വി മിസ് ഔട്ട് യെസ്റ്റർഡേ റിൻറ്റു മാംസ്. വി മിസ് ഔട്ട് റിൻറ്റു മാംസ് എഡിറ്റോറിയൽ സെഷൻ യെസ്റ്റർഡേ. അങ്ങനെ കൊടുക്കണേ. വി മിസ് ഔട്ട് റിൻറ്റു, ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് ജോമി. വി മിസ് ഔട്ട് റിൻറ്റു മാംസ് എഡിറ്റോറിയൽ സെഷൻ യെസ്റ്റർഡേ എന്ന് കൊടുക്കണേ. ഉറങ്ങിപ്പോയെന്ന് ഉമ്മ, ഞാൻ ഉറങ്ങിപ്പോയടി. കൊള്ളാം. വി ഷുഡ് നോട്ട് മിസ് ഔട്ട് എവറി ഓപ്പർച്യൂണിറ്റീസ്. എമിലെ എവ്രിയുടെ കൂടെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുന്നതിന് വേണ്ടിയിട്ട് ഇതാ എവ്രി, ഐദർ, ഈച്ച്, നൈദർ, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്നാ ഉപയോഗിക്കുന്ന നൗൺ എന്താ? എപ്പോഴും ഓർത്തുള്ള ഉപയോഗിക്കുന്ന നൗണ് സിംഗുലർ നൗൺ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുമ്പോൾ സിംഗുലർ വേർബേ നമ്മൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. എവ്രി സ്റ്റുഡൻറ്റ്, എവ്രി മാൻ, എവ്രി ഗേൾ, എവ്രി ചൈൽഡ്, എവ്രി പേഴ്സൺ എന്നാ പറയാം. സോ എവ്രി ഓപ്പർച്യൂണിറ്റീസ് അല്ല, എവ്രി ഓപ്പർച്യൂണിറ്റി ടു അപ്ലൈ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓൾ റൈറ്റ്. He got over the sudden death of his parents only after a month. That's great, Sonal. Under weather, Shiny, thank you for concern, Uma and Shiny. Oh, are you under weather? Enna പറ്റി ഷമ്മസേ? പനി പിടിച്ചോ? FCIയുടെ ഉണ്ട്, FCIയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. FCIയുടെ അറ്റൻഡ് ചെയ്യാനുള്ള അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സെപ്റ്റംബർ 26 ലാസ്റ്റ് ഡേറ്റ്. ട്രാൻസ്ലേറ്ററിന് ഇന്നലെ ആയിരുന്നു, അതിന് ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു, ഞാൻ റിജിൻ സാറും ചെയ്തായിരുന്നു. എല്ലാവരും അപ്ലൈ ചെയ്തു കാണുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്നലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ റിൻറ്റു, ഇന്നലെയാണ് കേട്ടോ നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കണ്ടത് ലാസ്റ്റ് ഡേറ്റ് ട്രാൻസ്ലേറ്ററിന്. ഞാൻ വേഗം കയറി അപ്ലൈ ചെയ്തു, താങ്ക് യു കേട്ടോ എന്നോട്. ഞാൻ പറഞ്ഞു നന്നായി, ഈ അപ്ലൈ ചെയ്ത് എന്തായാലും നന്നായി എന്ന് പറയാൻ കൂടി ചെയ്തു. അപ്പോൾ ഒരാളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു, എനിക്ക് ഭയങ്കര സന്തോഷമാക്കി. FCIയുടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് 26 സെപ്റ്റംബർ. നോക്കിക്കൊണ്ടിരിക്കരുത്, വേഗം അപ്ലൈ ചെയ്തോളാം. I'm late. I got tangled in some errands. That's great, Cillian. I always appreciate your effort. You did? Oh, thank you. Thank you, Harsha. Thank you so much. Alumni meeting refurbished their friendship. That's great, Niti. If there is apprehension of arrest, we can approach the court for anticipatory bail. Yes. Ale. That's great sentence. We can't move in yet. Refurbishing works are underway. Works alla, work varna madi. Panigal alla, pani. Decoration work is going on. Work is underway. Keto. Cillian, work enna noun is uncountable. Orkanam.
Yes. It is his apprehension to get married tangled in early 30s. Allala. It is his apprehension to get married tangled in apprehension. Married. Get married. Keto. Get കഴിഞ്ഞിട്ട് V3. Get married. കേട്ടോ ഷമാസെ? റിഫർബിഷിംഗ് ദ ഹോം അമൗണ്ട്സ് ടു എ ഹ്യൂജ് എമൗണ്ട്. അതെ, റെനോവേഷൻ വേണ്ടായിരുന്നല്ലേ, പുതിയൊരു വീട് പണിതാൽ മതി, ഇതിനും പുറം പൈസ ആയതിന്. ഹീ ഈസ് ടാങ്കിൾഡ് ഇൻ ദ റിഫർബിഷ്മെന്റ് ഓഫ് ഹിസ് ഹൗസ്. ദാറ്റ്സ് ഗ്രേറ്റ്. മ്യൂസിക് റിപ്ലനിഷസ് മീ. യെസ്, ഇറ്റ് ഡസ് അല്ലേ. Put aside your apprehensions and replenish yourself with confidence and optimism. Great. Shamas, why underweather? Enna pattiyennalle? Don't tangle me. All right, that's great. A sip of tender coconut will replenish the electrolytes in your body. Yes, that's great. Moving on. Debris. കേട്ടുണ്ടോ? ഡെബ്രി കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒരുപാട് സുനാമിയൊക്കെ വന്നതിന് ശേഷം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സുനാമി മാത്രമല്ല, നമ്മുടെ എർത്ത് ക്വേക്ക് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ദ ഡെബ്രി ഓഫ് ഇന്നത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. ഡെബ്രി മീൻസ് എസ് അവിടെ സൈലന്റ് ആണ്. ഡെബ്രി, ഡെബ്രിയുടെ എസ് സൈലന്റ്, അപ്പോൾ ഡെബ്രി എന്ന് പറയും. ഡെബ്രി ഈസ് റിമെയിൻസ് പ്ലൂറലാണ്, പക്ഷേ പ്ലൂറൽ നൗണ. റിമെയിൻസ് അല്ലെ റബ്ബിഷ്, വേസ്റ്റ്, ഡെട്രീറ്റസ്, റീഫ്യൂസ്, വേസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. അവശിഷ്ടങ്ങൾ, അതിനെയാണ് നമ്മൾ ഡെബ്രി പറയാം. ഡെബ്രി ഈസ് അൺകൗണ്ടബിൾ നൗൺ, അത് മറക്കല്ലേ. ഇപ്പം പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഡെബ്രി എന്ന വാക്ക് ഈസ് അൺകൗണ്ടബിൾ. There is a lot of debris എന്ന് പറഞ്ഞു, മെനി debris എന്ന് പറയില്ല, മച്ച് debris എന്നൊക്കെ പറയാം, ബിക്കോസ് ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ debris. പക്ഷെ റിമെയിൻസ് പ്ലൂറൽ നൗണാണ്, അപ്പം അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് കൊടുക്കണം. റിമെയിൻസ് ആർ ഹിയർ എന്ന് പറയാം. ഓക്കെ. പിന്നെ thó എന്ന്, തോറല്ല കേട്ടോ, thó മീൻസ് warmth അല്ലെ ലൂസണിങ്. അപ്പോൾ ആ തണുപ്പ് വിട്ട ഒരവസ്ഥ എന്ന് പറയില്ലേ, അതിനാണ് thó എന്ന് പറയാം. വേർബായിട്ട് വരുവാണെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്യുക, ഫ്രീസ് ചെയ്ത സാധനത്തിന് ഡീഫ്രോസ്റ്റ് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക, മെൽറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അതാണ് thó എന്ന വാക്ക്. ഓർത്തോണേ, thó എന്ന വാക്ക് മെൽറ്റ് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക, ഡീഫ്രോസ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. പിന്നെ സ്ട്രൈഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നൗണും വേർബും പറയാം. സ്റ്റെപ്പ്, പേസ്. അപ്പോൾ വേർബായിട്ട് മാർച്ച് ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുക, ട്രെഡ് ചെയ്യുക, അങ്ങനെയൊക്കെ സ്ട്രൈഡ് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ലിങ്കറിങ്, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ലിങ്കറിങ് മീൻസ് ലാസ്റ്റിംഗ്, റിമൈനിങ്, പെർസിസ്റ്റിംഗ്, സർവൈവിങ് എന്നൊക്കെ അങ്ങനെ പറയും. പോകും. പിന്നെ സാങ്ഷൻ അറിയാലോ, നൗൺ ആയിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. നമ്മൾ റഷ്യക്ക് സാങ്ഷൻ കൊടുത്തവരൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുണ്ട്. കൺസെന്റ് അല്ലെ പെനൽറ്റി, രണ്ടും ഓപ്പോസിറ്റ് മീനിങ് എന്നുള്ളതാണ്. കൺസെന്റ് കൊടുക്കുക, ഓതറൈസേഷൻ അല്ലേ, ഓതറൈസേഷൻ അല്ലെങ്കിൽ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം. പെനൽറ്റി അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്ന് പറയും. അപ്പോൾ അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുക, പണിഷ് ചെയ്യുക എന്നൊക്കെയാണ് സാങ്ഷന്റെ വേർബ് മീനിങ് എന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ അല്ലേ? സെറ്റല്ലേ ഇക്കാര്യത്തിൽ? സെന്റൻസ് നോക്കട്ടെ. Yes, she got tangled over the matter unexpectedly. That's great. Maybe meager sleep. കുറച്ച് സ്ലീപ്പ് കുറവല്ലേ? സ്ലീപ്പ്, അതെ, ഉറക്കമില്ലായ്മയാണ് പ്രശ്നം അല്ലേ? കൊള്ളാം. The tussle still remains tangled. ഗുരുദീപൻ, ഗ്രേറ്റ്. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഗുരുദീപന്റെ ക്ലാസ്, എൻ്റെ ക്ലാസ്സിൽ വന്നത്. ഫസ്റ്റ് ടൈം ആണോ? എഡിറ്റോറിയൽ ഫസ്റ്റ് ടൈം ആണോ? എനിവേസ്, വെൽക്കം ടു ദ ക്ലബ്. Replenish yourself for the upcoming contest. The contest is going on in the stadium. That's great. Refurbished electronic devices are under great offers in the coming celebration season. That's great. The students got really replenished after the short outing. Great. ടെസ്റ്റ് സീരീസ് ഉണ്ടോ എന്നാ ചോദിച്ചത്. FCAയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ടോ എന്നാണോ? FCAയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്ന് നോക്കിയോണേ, ഇമെയിലൊന്ന് സ്റ്റോറിലൊന്ന് ചെക്ക് ചെയ്യണേ. നമ്മുടെ അഡയുടെ ആപ്പിൽ സ്റ്റോറിലൊന്ന് ചെക്ക് ചെയ്യുക. ഞാനത് നോക്കിയിട്ട് പറയാം കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടോ എന്നൊരു ഐഡിയ ഇല്ല. FCAയുടെ ഉണ്ട് നോക്കി. പക്ഷേ മൈ ബാഡ്. കാറ്റഗറി 2 ഉണ്ട്, കാറ്റഗറി 3 ഉണ്ട്, ഫേസ് 1 ഫേസ് 2 ഉണ്ട്, സ്റ്റെനോ ഗ്രേഡ് 2 ഫേസ് 1 ഉണ്ട്, പിന്നെ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. FCA മാനേജർ കാറ്റഗറി 2, ജനറൽ ആൻഡ് ഡിപ്പോ എല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ട് കൺഫേംഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ FCAയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. FCA ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം സിമ്പിളാണ്. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇന്നലെയും പറഞ്ഞു. ഇന്നലെ ഞാൻ ഇന്ന് നടത്തിയപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഫോർ ദേവസ്വം ബോർഡിന് ഇന്നലെ കണ്ടക്ട് ചെയ്തപ്പോൾ ഞാൻ എല്ലാ പിള്ളേരോടും പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ വെളുപ്പിന് വരുന്ന വഴിക്ക് മീനങ്ങാടി വന്നപ്പോൾ, വയനാട്ടിലെ മീനങ്ങാടിയിലാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പെട്ടെന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് നോക്കി. ഇതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികൾ വയനാട്ടിൽ കിട്ടുവാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇവിടെ വന്നിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ നിന്നൊരു ഷോർട്ട്സ് എടുത്ത് പിള്ളേരെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, പിള്ളേരെ നിങ്ങൾ ഇവിടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ KSRTC ബസ്സിലാണ് വന്ന സമയത്ത് കോഴിക്കോട് ഇറങ്ങി കയറുക ചെയ്തത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു KSRTC ബസ്സാണ്. കിട്ടിയ ബസ് ചാടിക്കയറി. അപ്പം തിരിച്ച് വന്നപ്പം KSRTC ബസ്സല്ലേ, ഒന്ന് നിർത്തുമോ ചേട്ടാ, ഷോർട്ട്സ് എടുക്കാൻ ചോദിക്കാൻ പറ്റില്ലോ, ചേട്ടൻ വല്ലതും എന്നെ വിട്ടിട്ട് പോകും. അതുകൊണ്ടാണ് നടന്നില്ല. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു, സംഭവം നടന്നില്ല. എന്തായാലും അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതാണ് എന്നുള്ളത്.
അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ പിള്ളേരെ. ഇപ്പം എവിടെ നമ്മൾ നോക്കിയാലും ഉണ്ടല്ലോ, ബുദ്ധൻ പറഞ്ഞല്ലോ വാട്ട് യു സീക്ക് യു സീ എന്നാണ്. ഞാനിപ്പോൾ എവിടെയാണോ നമ്മൾ ഓരോ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക അതെനിക്ക് കാണാം. ഞാൻ ഇപ്പോൾ മൈസൂർ പോയപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ ഇതിനൊന്ന് പറഞ്ഞു തരാൻ പറ്റും, അത് എൻ്റെ മനസ്സിൽ. ഹൈദരാബാദിൽ നിന്നപ്പോൾ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, ഷോർട്ട്സ് ഇട്ടേക്കാം. ഐ എം റിയലി കണക്റ്റഡ് ടു യു പീപ്പിൾ. എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് എഫ് സിയുടെ നമ്മുടെ റീജിയൻ എന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നു. എന്താ ചെയ്യാം, ലെറ്റ്സ് മൂവ് ഓൺ അല്ലേ. അപ്പം നമുക്ക് നോക്കാം. അടുത്തത് നോക്കാം. Represent yourself for the upcoming contest. Yes, that's great. The contest is going on the stadium. Yes, refurbish electronic device or devices കൊടുത്തേ ഉമ്മ. ഡിവൈസസ് കൊടുത്താലേ 6 വരത്തുള്ളൂ. സബ്ജക്ട് പ്ലൂറിൽ കൊടുക്കുക. ആർ അണ്ടർ ഗ്രേറ്റ് ഓഫേഴ്സ് ഇൻ ദ കമ്മിങ് ഓണം സെലിബ്രേഷൻ. അപ്പോൾ അത് സെറ്റ് ആവും. ഞാൻ വിട്ടുപോയി ഡിവൈസസ് എന്ന് പറയാൻ. Okay. The contestants are in apprehension owing to the upcoming final contest. That's great. It is important to replenish with positive thoughts while preparing for competitive exams. Yes, exactly. The debris made the official to reinforce the team and solve the naughty case. Right, great. You have to be 35 to contest in presidential election. Yes, Cillian, great. Even though Arjun drained out at 48th lap, he replenished himself and ran. അനുപേ ഡ്രെയിൻഡ് ഔട്ട് അല്ലേ ഫസ്റ്റ് സെന്റൻസിൽ കൊടുത്തേക്കണേ. അപ്പൊ ആൻഡ് കഴിഞ്ഞാൽ പാരലസം കീപ്പ് ചെയ്യണ്ടേ. V2 ആണെങ്കിൽ ഇപ്പറേം V2 ഇട്ട് കൊടുക്കുക. ആൻഡ് റാൻ ലൈക്ക് യുസൈൻ ബോൾട്ട് ഇൻ ദ ലാസ്റ്റ് 2 ലാപ്പ്. കേട്ടോ. ദ ലാൻഡ് സ്ലൈഡ് ബ്രോട്ട് എ ഹ്യൂജ് ഡെബ്രി സീലിയൻ. ഇപ്പം ഞാൻ പറഞ്ഞോളൂ, ഡെബ്രി ഈസ് അൺകൗണ്ടബിൾ. അപ്പം എ ഹ്യൂജ് ഡെബ്രി കൊടുക്കരുത്. ഇങ്ങനെ കൊടുക്കാം, എ ലോട്ട് ഓഫ് ഡെബ്രി കൊടുത്തോ കുഴപ്പമില്ല, മച്ച് ഡെബ്രി കൊടുത്തോ കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ കൊടുക്കരുത്. എ ഫോർ ആപ്പിൾ എന്ന് കയറി പറയരുത് കേട്ടോ പിള്ളേരെ, അതെനിക്ക് സങ്കടം വരും. A4 അല്ലെങ്കിൽ എ ആൻഡ് ആൻ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എയും ആനും നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്, SCNന്റെ കൂടിയാണ്. SCN എന്ന് പറയുമ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗൺ, കൗണ്ടബിൾ ആയ സിംഗുലർ ആയ നൗണിന്റെ കൂടെയാണ് നമ്മൾ എയോ ആനോ ഉപയോഗിക്കുക. അത് മറന്നു പോരുത് കേട്ടോ. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഓർക്കണം. എ ഹ്യൂജ് ഡെബ്രി അല്ല, എ ലോട്ട് ഓഫ് ഡെബ്രി. ഇറ്റ് വാസ് എ ലിങ്കറിംഗ് മെമ്മറി ഫോർ മീ. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ദർ enmityക്ക് ഐ ഇല്ലല്ലോ സീലിയൻ. enmity എനിമിറ്റിക്ക് ഐ ഇല്ല കേട്ടോ, ഐ ഇല്ല. സ്ലോലി തോഡ് ഓവർ ദ ടൈം. യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഗുരുദീപൻ, യെസ്, എനിക്ക് തോന്നി, ഞാൻ ഗുരുദീപനെ ശ്രദ്ധിച്ചായിരുന്നു. മുനിസിപ്പാലിറ്റീസ് മസ്റ്റ് ഇമ്പോസ് സാങ്ഷൻ ഇൻ ഓർഡർ ടു റിമൂവ് ദ ഡെബ്രി ഫ്രം പാത്വേസ്. മുനിസിപ്പാലിറ്റീസിന്റെ സ്പെല്ലിംഗ് വരുമ്പോൾ മുനിസിപ്പാലിറ്റീസിൻ്റെതാണോ അപ്പോസ്ട്രോഫി ആണോ എഴുതി കൊടുക്കേണ്ടത്? അല്ല, TIES പ്ലൂറൽ കൊടുക്കുന്നത് എങ്ങനെയാണ്, മുനിസിപ്പാലിറ്റികൾ അല്ലേ. PALITIES പ്ലൂറൽ കൊടുത്തേ, TIES കൊടുത്തേ, മുനിസിപ്പാലിറ്റീസ് അല്ല. എഴുതി ശ്രദ്ധിക്കണേ. ദ ഡെബ്രി ഓഫ് ലാൻഡ് സ്ലിപ്പ് made a lingering apprehension among people. Yes, the debris of the building is not eco-friendly and it caused many issues in the premises. That's great sentence. My apprehension is that whether I may clear the translator post or not. അതെൻ്റെ ബാക്കി പറ. whether I may clear the translator post or not, I'm happy എന്നാണോ? അത് എൻ്റെ ഇത് കൊടുക്കണം. മെയിൻസ് വേർബ് ഇതിവിടെ ഇപ്പോഴും കൊടുത്തു. whether ഞാൻ ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ക്ലിയർ ചെയ്തോ ഇല്ലയോ എന്ന്, ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ അപ്രിഹെൻഷൻ. അപ്പോൾ വാക്യ കൊടുക്കുക. മൈ അപ്രിഹെൻഷൻ ഈസ് ദാറ്റ് വെദർ ഐ മേ ക്ലിയർ ദി ട്രാൻസ്ലേഷൻ പോസ്റ്റർ ഓർ നോട്ട്. മെയിൻ ക്ലോസ് കൊടുത്ത് അവിടെ ഒരു മെയിൻ ക്ലോസിന്റെ മിസ്സിംഗ് ആണ് കേട്ടോ മെർലിൻ. ഐ വിൽ ബി ഹാപ്പി എന്നുള്ള രീതിയിലോ എന്തെങ്കിലും കൊടുക്കാം. ഫൈനലി ഗവൺമെന്റ് സാങ്ഷൻ ദ പ്രപ്പോസൽ. ദാറ്റ്സ് ഗ്രേറ്റ്. സ്റ്റെനോടെ വീഡിയോ ചെയ്തായിരുന്നോ? സ്റ്റെനോടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ട്, തുടങ്ങും. അതിൻ്റെ ജനറിക് വീഡിയോസ് നമ്മൾ പയ്യെ ചെയ്യാം കേട്ടോ. ഇച്ചിരി തിരക്കായി പോയി പാർവതി, അതുകൊണ്ടാണ് ചെയ്യാം കേട്ടോ. ദ പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് സാങ്ഷൻ ദ ഹോളിഡേ ഫോർ സ്റ്റുഡൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. The court gave sanction to the victim to visit his parents. That's great. Even after recovered from fever അല്ല ഹരിഷ്മ, even after recovering from fever. after എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ശേഷം ഒബ്ജക്റ്റ് കൊടുക്കണം. അതായത് നൗണോ പ്രൊനൗണോ. അപ്പൊ നൗൺ ആയിട്ട് വേർബിന് എങ്ങനെ കൊടുക്കണം? ING കൊടുത്തേ. even after recovering from fever she is suffering from lingering body pain എന്ന് കൊടുക്കും കേട്ടോ. ലിങ്കറിംഗ് എഫേർട്സ് ഡെഫിനറ്റ്ലി ബ്രിങ്സ് ദി റിസൾട്ട്. യെസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം അല്ലേ. പവിത്രൻ ഹാവ് എ ടൈഗർ. ഓ വിനു അടി. പവിത്രൻ ഹാസ് എ ടൈഗർ. പവിത്രനെ സിംഗുലർ അല്ലേടാ. ഹാസ് എ ടൈഗർ ബൈ ദ ടെയിൽ ബൈ ഇന്ദുചൂഡൻ വെൻ ഹി കെയിം ടു തോ ഹിസ് ഫാദർ ഡെബ്രി അല്ല, ഫാദേഴ്സ് ഡെബ്രി, അവശിഷ്ടങ്ങൾ അല്ലേ, ഫാദേഴ്സ് ഡെബ്രി. എന്നെ ആ സീനിലോട്ട് നീ കൊണ്ടുപോയി, അത് വേറെ കാര്യം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോഴാ ഇവിടെ നിൽക്കുക, നമ്മുടെ കടലിൻ്റെ ഇതിൽ ഇവിടെ നിൽക്കുക. ഞാനിവിടെ ആ സീനിൽ നിൽക്കും ഞാനിപ്പോൾ. refrigerated food items should be thawed properly before they are cooked. Yes, great. The removal of debris was sanctioned by the authority. Long strides help you to get upper hand in the race. Great. The stride for her teaching is amazing.
Yes. If you're sincere about the aim, the universe will sanction things to you. Yes. എന്താണ് alchemist പറയുന്ന പോലെ. The government gave sanction to remove the debris from the residential area. Vaccines should be properly thought before administering. Great. Unfettered freeze thaw cycles are freeze thaw cycles allada frozen freeze ന്റെ adjective formulation എന്താ frozen കൊടുക്കുക V3 frozen thaw cycles are detrimental to environment since it catalyzes temperature threshold in the atmosphere. Uma frozen കേട്ടോ. The momentum gained by casteist and religious forces through Vimochana Samaram had lingering after effects in Kerala society. Yes, his memory still lingers with me. Great. Yes, municipalities. മഴ തുടങ്ങിയിട്ടുണ്ട്, ശക്തി പ്രാപിച്ചിട്ടുണ്ട് മഴ. മഴ എന്നെ കുടുക്കുന്നു തോന്നുന്നു. Dead bodies recovered from the debris was difficult to identify any troublesome relatives. Okay. His lingering cough made an apprehension day by day. Debris of the demolished flats are lying unattended in the lake bed. All right. Although unwanted thoughts are lingering in my mind, I know it's high time I get a la Sita. It's high time I got away from them and take the stride forward to a better future. It's high time കഴിഞ്ഞിട്ട് അടുത്തൊരു ക്ലോസ് വന്നു. അടുത്ത ക്ലോസ് ആണല്ലോ ഐ കഴിഞ്ഞിട്ട് ഗെറ്റ് വേർബ് വന്നു. ആ വേർബ് V2 ആയിരിക്കണം. I got, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്നലെയും കൂടെ ഞാൻ ഒരു സെഷനിൽ പറഞ്ഞിരുന്നു. I think that curse still linger over our heads. That's great. He had an apprehension whether he will get the sanction or not. That's great. After floods, much debris are there. There spelling THEIR there. അവരുടെ na. There മാറിപ്പോരുതേ. ഈ thereന്റെ അർത്ഥം എന്നാ? ഇത് possessive adjective. It's a possessive adjective. ഈ thereോ മാറിപ്പോരുതേ. ഈ thereോ ഈ there ആണ് adverb there. അവിടെ. ഇതല്ലേ നമുക്ക് വേണ്ടേ? അല്ലേ ജോമി? എന്ത് വേണം? After flood, much debris ആറും പറയില്ല. debris എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അപ്പം എന്ത് കൊടുക്കണം? debris is. അൺകൗണ്ടബിൾ ആണ്, സിംഗുലർ ആണ്, എപ്പോഴും സിംഗുലർ ആണ്, സിംഗുലർ വേർബ് ഇട്ട് കൊടുക്കാവുള്ളൂ. ആൻഡ് മച്ച് debris is there. ഈ there രണ്ടാമത്തെ there blue there കേട്ടോ, ഓർത്തോണം. The budget was put before the review committee for sanction. That's great. Lingering obscurantism is a threat to scientific temper. Yes, it is. Like clarity lima. The love is lingering when it comes to best friends. That's great. Propensity to gulp enormous money is lingering in the apprehension of common men, which is a biased dilemma in the growth of economy. All right. Our failure can be considered as a strife. Our failure can be considered. Passive voice ആണ് പ്രവി. considered കൊടുക്കണം. പിന്നെ ആസും കൊടുക്കരുത്. regardedന്റെ കൂടെ ആസ് കൊടുക്കാം. considered ഒരു ആസ് ഇല്ല. that wrong sentence ആസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ആസ് അവിടെ വേണ്ട. predicative adverb കൊടുക്കുന്നത് regardന്റെ കൂടെ സെയിം മീനിങ് ആ regardനും consideredനും. പക്ഷെ regard എന്ന വേർബിന്റെ കൂടെ ആസ് എന്ന predicative adverb കൊടുക്കാം. പക്ഷെ consideredന്റെ കൂടെ കൊടുക്കരുത്. ആസ് കട്ട് ചെയ്തേ പ്രവി. ആൻഡ് ഇതൊരു പാസീവ് വോയിസ് ആണ്. our failure can be considered as a strife കൊടുക്കണേ. അവിടെ ആസ് കൊടുക്കരുത്, ആസ് വെട്ടി. അതാണ് ആദ്യം പറഞ്ഞത്. കൺസിഡേർഡ് ആ സ്ട്രൈഫ് എന്ന് കൊടുക്കണം. ഈവൻ ദോ ദ ബാൻ ഇമ്പോസ് ബൈ ഹൈക്കോർട്ട് വാസ് ലിങ്കറിംഗ് ഗെറ്റ് പോൾസ് കോമൺ ഇൻ റോഡ്സ്. യെസ്, ഇവിടെ മഴയാ അല്ലേ? ഇവിടെ മഴയാന്നേ. ഫ്രീ സ്റ്റോ സൈക്കിൾസ് എന്നല്ലേ നോർമലി പറയുന്നേ? ഞാൻ പറയട്ടെ, ഉദ്ദേശിക്കുന്ന ഫ്രീ സ്റ്റോ സൈക്കിൾസ് എന്ന് ആദ്യം പറയുക. പക്ഷെ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഫ്രീസ് ചെയ്യുക എന്ന അർത്ഥമാണ് പറയുന്നതെങ്കിൽ ആ സബ്ജക്റ്റ് അവിടെ വേണമായിരുന്നു. മനസ്സിലായോ? എന്താ സബ്ജക്റ്റ് അവിടെ വേണം. സബ്ജക്റ്റ് അവിടെ ഇല്ല. എന്തായിരുന്നു? അൺസെറ്റിൽഡോ എന്നൊരു അഡ്ജക്റ്റീവ് അവിടെ കൊടുത്തത്. അല്ലെങ്കിൽ സംതിങ് ഫ്രീസ് ദോ സൈക്കിൾസ് എന്ന് കൊടുത്ത സെറ്റാ. അതാണ് അവിടുത്തെ സബ്ജക്റ്റ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. പണ്ടെന്തോ പഠിച്ച ഒരു ഓർമ്മ ഉണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. സബ്ജക്റ്റ് അവിടെ കൊണ്ട് ഓക്കെ ആണ്. ദ വെഹിക്കിൾ ലോൺ വാസ് സാങ്ഷൻ വിത്തിൻ മിനിറ്റ്സ്. ഗ്രേറ്റ്. വിത്തിൻ ഒറ്റ വാക്കാണ്. ജിനു ഒറ്റ വാക്കാട്ടോ, ശ്രദ്ധിക്കണേ. മാനേജർ സെഡ് ലിങ്കറിംഗ് മെമ്പേഴ്സ് മസ്റ്റ് അസംബിൾ ടു കോൺഫറൻസ് ഹാൾ. ദാറ്റ്സ് ഗ്രേറ്റ് സെന്റൻസ്. തോ വേർബ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസോ, അതായത് എന്താ പറയാം, ഐ തോഡ് ദി ഐസ്ക്രീം, ഞാൻ അതിനെ ഡീഫ്രോസ്റ്റ് ചെയ്തു. ഐ തോഡ് ദ ഐസ്ക്രീം ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് നേരത്തേക്ക് ഞാൻ ഒന്നൊന്നും എന്ത് ചെയ്യുവാണ്, അതിനെ തോ ചെയ്യുകയാണ്, ഡീഫ്രോസ്റ്റ് ചെയ്യുവാണ് എന്ന് പറയാം കേട്ടോ. അടുത്ത് പിടിച്ചോ. അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോർട്ടിന്റെ ട്രാൻസ്ലേറ്റർ ബാച്ച് ഞാൻ പറഞ്ഞു ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. ട്രാൻസ്ലേറ്റർ ബാച്ച് സെക്കൻഡ് ബാച്ച് തുടങ്ങുവാണ് സെപ്റ്റംബർ 19 അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് വേഗം ജോയിൻ ചെയ്യാം. ഞാൻ പിന്നെയും പറയുവാണ് 1952 രൂപയാണ് കോഴ്സ് ഫീ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം, നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. Y314. അതുപോലെ തന്നെ ഷോഫ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഷോഫ് പോസ്റ്റ് വിട്ടുകളയത് 1952 രൂപ തന്നെയാണ് ഇതിനും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ല, നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് ആൻഡ് ഇന്റർവ്യൂ ഉണ്ട്. അത് രണ്ട് റുജിൻ സാർ നിങ്ങളെ കൈകാര്യം ചെയ്തോളും. ബാക്കി CA ഉണ്ട്, GK പോർഷൻ ഉണ്ട്, അതും അവർ ബാക്കി GK ടീമുണ്ട് സെറ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ മറക്കണ്ട, സെപ്റ്റംബർ 15 ക്ലാസ്സുകൾ ആരംഭിക്കും. വേഗം ജോയിൻ ചെയ്യാനുള്ള വേഗം ബുക്ക് യുവർ സ്ലോട്ട്സ് ആൻഡ് കം വിത്ത് us. വിൽ ഹെൽപ്പ് യു ഇൻ
getting the job. അത് പഠിച്ചോ, അഡ്വേഴ്സറി കേട്ട് പരിചയമുണ്ടായിരിക്കും. അഡ്വേഴ്സിറ്റി മാറിപ്പോയത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. അഡ്വേഴ്സറി ആൻഡ് അഡ്വേഴ്സിറ്റി രണ്ടാണ്. അഡ്വേഴ്സിറ്റി ബുദ്ധിമുട്ടല്ലേ? അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞത് അർത്ഥം പ്രോബ്ലം അല്ലെ, ഒരു മിസ്ആപ്പ്, ഒരു മിസ്ആപ്പ്, അതിനെയാണ് നമ്മൾ അഡ്വേഴ്സിറ്റി, ട്രബിൾ എന്നൊക്കെ പറയും. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാലോ എതിരാളി, റൈവൽ, ഒപ്പണന്റ്, എനിമി, ഫോ, നെമസിസ്, അതാണ് അഡ്വേഴ്സറി, മറന്നു വരുതേ. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു ഫ്ലറി. വാട്ട് ഈസ് ഫ്ലറി? നൗൺ ആയിട്ടും വേർബ് ആയിട്ട് ഉപയോഗിക്കാം. സ്വേൾ, വേൾ, എഡി എന്നൊക്കെ പറയും, ഒരു ചുരുള് അല്ലേ. അപ്പൊ റഷ് ചെയ്യുക, വൈൻഡ് ചെയ്യുക, ചേൺ ചെയ്യുക എന്നൊക്കെ നമ്മൾ ഫ്ലറി എന്ന വേർബിന്റെ മീനിങ് പറയും. ഓക്കെ അല്ലേ? The efforts of former Chief Minister E.K. Narayan was lingering. Yes. His timely interruption struck the teacher's chord, which eventually resulted in lingering care for him. That's great. The quarrel between the parties are lingering. Yes. Do you think if there is an apprehension of death, a right of private defense will take effect? Yeah, that's great sentence. The stride of upbringing the rural workforce to urban industries shaped the society in a chaotic dilemma is a context of critical argument. All right, great. All right. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എഴുതി ട്രാൻസ്ലേറ്റർ. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എഴുതി ട്രാൻസ്ലേറ്റർ ആണോ ശരത്തെ? ഉദ്ദേശം എന്താ? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നീ എഴുതി, ട്രാൻസ്ലേറ്റ് എനിക്ക് മനസ്സിലായില്ല. നീ ഉദ്ദേശിച്ചത് എന്താ മനസ്സിലായില്ല, ഒന്ന് ക്ലാരിറ്റി തരാമോ എനിക്ക്? ഹാസ് ഗവൺമെന്റ് സാങ്ഷൻ ദ പ്രോജക്ട്? ഗ്രേറ്റ് സെന്റൻസ് ഷൈനി. Our failure can be considered as strife. All right. Two little ants are striding one by one. Great. ട്രാൻസ്ലേറ്റർ അഗൈൻ രജിസ്റ്റർ ചെയ്യാനോ അതോ ഓൾഡ് രജിസ്ട്രേഷൻ മതി? ഓൾഡ് രജിസ്ട്രേഷൻ പറ്റില്ല, വീണ്ടും രജിസ്റ്റർ ചെയ്യണം. നേരത്തെ പഴയത് പറ്റില്ല, വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ഇന്നലെ ആണല്ലോ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്ലിക്കേഷൻ കൊടുത്തില്ലേ? നോക്കിക്കേ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണിത്. ഓൾറെഡി പറഞ്ഞിരുന്നു, അതൊന്ന് നീ നോക്കണം കേട്ടോ. സമയം കഴിഞ്ഞു പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദ ഡെബ്രി വേർ പറയില്ല. എമിലെ ഡെബ്രി അൺകൗണ്ടബിൾ നൗൺ ആണ്. വാസ് ഇൻക്രീസിംഗ് ഇൻ ഈച്ച് സ്റ്റേറ്റ് ആഫ്റ്റർ COVID-19. വേസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെബ്രി ഈസ് ഇൻക്രീസിംഗ്, കാരണം ഡെബ്രി ഈസ് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വേർബേ കൊടുക്കത്തുള്ളൂ കേട്ടോ. അടുത്ത ഡാംപൻ വേർബാണ്. ലെസൺ, ഡിക്രീസ്, ഡിമിനിഷ് എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ അർത്ഥമുണ്ട് ഡാംപൻ, മോയ്സ്റ്റ് ആൻഡ് വെറ്റ് എന്നൊക്കെ പറയാം. രണ്ടർത്ഥം ഓർത്ത് വെക്കാം. പിന്നെ അക്കൗണ്ട് കേട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ലയബിലിറ്റി, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു. അക്കൗണ്ടബിലിറ്റി നമ്മുടെ എന്താണ്? നൗൺ ആണ്. അക്കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചോളാം. പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം. റെസ്പോൺസിബിൾ, ലയബിൾ എന്ന് പറയാം അക്കൗണ്ടബിൾ. പിന്നെ എക്സ്പ്ലിക്കബിൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് ഇസ് അക്കൗണ്ടബിൾ. ഇറ്റ് ഈസ് എൻ അക്കൗണ്ടബിൾ തീസിസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തീസാണ്. ഇറ്റ് ഈസ് എൻ അക്കൗണ്ടബിൾ എന്ന് അല്ലേ പറയാം. അടുത്ത സ്പെക്ടാക്കുലർ കേട്ടിട്ടില്ലേ? ഇറ്റ് വാസ് എ സ്പെക്ടാക്കുലർ പെർഫോമൻസ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സ്ട്രൈക്കിംഗ്, അമേസിംഗ്, അസ്റ്റൗണ്ടിങ് എന്നൊക്കെ അർത്ഥം സ്പെക്ടാക്കുലറിനുണ്ട്. അത് നിങ്ങൾക്കറിയാം അഡ്ജക്റ്റീവായിട്ട്. എന്താ സ്പെക്ടാക്കുലർ? ഒരു നൗൺ കൂടിയാണ് പിള്ളേരെ. എന്താ സ്പെക്ടാക്കുലർ? എക്സ്ട്രാവാഗൻസ്. അടിപൊളി പെർഫോമൻസ് അല്ലേ, ഒരു പ്രസന്റേഷൻ, അതിന് എക്സ്ട്രാവാഗൻസാ പറയും. ഡിസ്പ്ലേ. അപ്പോൾ ദാറ്റ് വാസ് എ സ്പെക്ടാക്കുലർ, അതൊരു എക്സ്ട്രാവാഗൻസ് ആണ്. ദാറ്റ് വാസ് എ ഡിസ്പ്ലേ, ഇതായിരുന്നു ഡിസ്പ്ലേ. ദാറ്റ് വാസ് സച്ച് എ സ്പെക്ടാക്കുലർ, ദാറ്റ് വാസ് സച്ച് അതുപോലൊരു പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയില്ല. അപ്പോൾ സ്പെക്ടാക്കുലർ നൗണായിട്ട് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള സ്പെക്ടാക്കുലർ അല്ലേ, അസ്റ്റൗണ്ടിങ്, അടിപൊളി, സർപ്രൈസിങ് എന്നൊക്കെ പറയുന്ന അർത്ഥം വരില്ലേ, അതുകൂടെ ഓർത്തോട്ടെ. സ്ട്രൈക്കിംഗ്, അസ്റ്റൗണ്ടിങ് എന്നർത്ഥം. അടിപൊളി, സൂപ്പർ, ആ സാധനം ഓർത്ത് വെച്ചോണം, മറക്കണ്ട. അസ്റ്റൗണ്ടിങ്, സ്പെല്ലിങ് മാറിപ്പോയില്ലല്ലോ. സ്പെല്ലിംഗ് മാറിയെന്നല്ല, എഴുതിയത് വ്യക്തമാണോ എന്ന് എനിക്കറിയാനൊരു ഡൗട്ട്. അത് അസ്റ്റൗണ്ടിങ്. ഓക്കെ, അപ്പം അതാണ് സ്പെക്ടാക്കുലർ, മറന്നുകൊണ്ട് കേട്ടോ. സ്റ്റെപ്പ് 1 ലാസ്റ്റ് ഡേറ്റ് എന്നല്ല. അപ്പോൾ സ്റ്റെപ്പ് 1 എല്ലാവരും ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്ത് കാണണോ? അതാണ് ഞാൻ ചോദിച്ചത്. വൈൽ ഇൻ അഡ്വേഴ്സിറ്റി വി ക്യാൻ ഐഡന്റിഫൈ അവർ ഫ്രണ്ട്സ് ആൻഡ് അവർ അഡ്വേഴ്സറീസ്. യെസ്, എക്സാക്ട്ലി. അപ്പല്ലേ എന്താ പറയാ, നമ്മൾ പറയാറുണ്ടല്ലേ, ആപത്ത് വരുമ്പോൾ അറിയാം അല്ലെ. ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയുന്ന പോലെ. അതാണ് സീലിയൻ. അഡ്വേഴ്സറി ട്രൈസ് കൺവിൻസ് അല്ല. Adversary tries to convince. Tries കഴിഞ്ഞിട്ട് to കൊടുക്കുക. Tries to convince the court the truth കൊടുക്കുക. That match was spectacular and resulted in acceleration of viewers. Great. Reshma and Arjun are accountable for their family dispute. ഓഹോ, ഇപ്പൊ അവരുടെ രണ്ടുപേരുടെ തലയിലായോ? ഹർഷ, കൊള്ളാം, great. A violent flurry of wind took the roof of the house. Yes. Extravagant എന്ന് വെച്ചാൽ കോസ്റ്റ്ലി എന്ന അർത്ഥമില്ല. ഉണ്ട്, എക്സ്ട്രാവാഗന്റിന് ഉണ്ട്. യെസ്, എക്സ്ട്രാവാഗന്റ് ലൈഫ്. എന്ത് ലൈഫാണ് നീ നിറക്കുന്നത്? ചുമ്മാ അങ്ങനെ. പൈസ ഉണ്ടെങ്കിൽ നീ കുബേരൻ, പൈസ ഇല്ലെങ്കിൽ നീ കുചേലൻ. ചിലർ അങ്ങനെയാണ്. പൈസ ഉണ്ടെങ്കിൽ കുബേരനായിട്ട് ജീവിക്കും. എക്സ്ട്രാ അല്ല, പൈസ എനിക്കൊരു പ്രശ്നമല്ല, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കും. പൈസ ഇല്ലാത്തപ്പോൾ കുചേലനെ പോലെ, ഒന്നുമില്ലാത്ത പോലെ, ദരിദ്ര ജീവിതം അല്ലേ. കേട്ടില്ലേ? അത് തന്നെ എക്സ്ട്രാവാഗന്റ്. യെസ് ഉമ, സത്യം. ദ പെർഫോമൻസ് ഓഫ് ഹിസ് അഡ്വേഴ്സറി നോച്ച് അബോവ് ദാൻ ഹിം. അവിടെ വേർബ് എന്തേ?
അനക after the verb എന്ത് the performance of his adversary is a notch above that, is a notch above than him പറയോ ഇല്ല, is a notch above him മതി. than അവിടെ വേണ്ട, അതിനൊക്കെ മേലെ എന്ന് കൊടുത്തു, പിന്നെ thanന്റെ ആവശ്യമില്ല, കമ്പാരിസൺ വേണ്ട അവിടെ. the performance of his adversary is a notch above him മതി, than അവിടെ വേണ്ട കേട്ടോ, ശ്രദ്ധിക്കണം. കാര്യം above എന്ന് പറയുന്നത് എന്താണ് പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷനൊപ്പം കൺജങ്ഷൻ ഉപയോഗിക്കോ, നെവർ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് അല്ലേ, above him മതി. loss of her parents dampened her courage to live. All right, yes. GDP rate, growth rate in India are dampening these days. R അല്ല is, റേറ്റ് എന്നല്ലേ കൊടുത്തേക്കുന്നത്, സബ്ജക്റ്റ് റേറ്റ് സിംഗുലർ അല്ല ഹർഷ, അപ്പൊ ഈസ് കൊടുക്കുക, അതായത് റേറ്റ്സ് കൊടുത്തു, റേറ്റ്സ് കൊടുത്താൽ ആറ് കൊടുക്കാം. വേർബ് പ്ലൂറൽ, സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ എങ്കിൽ വേർബ് പ്ലൂറൽ, അങ്ങനെ കൊടുക്കാം. സ്പെക്ടാക്കുലർ സെഷൻ ഇസ് ഗ്രൈൻഡിങ് ഓൺ ഇൻ ദ എഡിറ്റോറിയൽ സെഷൻ. എൻ്റെ പൊന്ന് പ്രവി, എന്നെങ്ങനെ പൊക്കാതെ അല്ലേ, ഉത്തരത്തെ പോയിരിക്കും. വി ആർ അക്കൗണ്ടബിൾ ഫോർ അവർ പ്രോബ്ലംസ്. യെസ് വി ആർ. ദ റെയിൻ ഡാമ്പൻ ദ സീൽ ആൻഡ് വിഗർ ഓഫ് അവർ ഓണം സെലിബ്രേഷൻസ് ആണ്. എന്നാലും അല്ലേ മാറ്റിച്ചിട്ട് കുറച്ചെങ്കിലും നമ്മളൊക്കെ ജിൽജില്ലായിട്ട് നിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി ക്യാൻ ഡാമ്പൻ ദ ഫ്ലറി ബൈ പ്രോപ്പർ സ്ലൈസിങ് ആൻഡ് ഡൈസിങ്. യെസ് വിനു, ഐ വാസ് ടേക്കൺ എ ബാഗ് വിത്ത് സ്നോ ഫ്ലറി yesterday. All right, that's great. Guardians should be held accountable for the actions of their children. അത് സത്യം. Parents are accountable for their mischief committed by the child. ആണ് കുരുത്തക്കേടിനൊക്കെ അല്ലേ, എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടെങ്കിൽ പേരൻസ് എന്ന് പറഞ്ഞാൽ നന്നായി, അമ്മ എന്ന് പറഞ്ഞില്ലല്ലോ, അതാ ചിലർ പറയും നിന്റെ വളർത്തു ദോഷമാന്ന് പറയും, പെണ്ണിനോട് പറയും, അവിടെ പറഞ്ഞില്ലോ, എനിക്കത് സന്തോഷം. ignorance of rehab dampened his present health condition and solely accounted demise. Okay. Russia becomes the adversary of many world countries due to this ongoing tussle. Great. The fireworks is spectacular. That's great. Fireworks ഒറ്റ വാക്കാണ്, ഒറ്റ വാക്ക് സീലിയൻ, fireworks ഒറ്റ വാക്ക്. I want those boys not to walk through the walls since they had been dampened by the rain, but they gave a go to my word. By വരില്ല, they gave a go to my word എന്ന് കൊടുത്താൽ മതി കേട്ടോ സീത. ജ്യോതി, ഗുഡ് മോർണിംഗ്, welcome. Do you know a citizen of India? Do you know as a citizen of India we are accountable to our country? That's great sentence. We are accountable for our mistakes. Yes, we are. I think human beings accountable towards nature is dampening. Human beings in their accountability towards nature. അവിടെ ഷൈനി ഹ്യൂമൻ ബീങ്സ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി, എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് കൊടുക്കുക. അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് നേച്ചർ ഇസ് ഡാമ്പനിങ്. അവിടെ അഡ്ജക്റ്റീവ് അല്ല കൊടുക്കണ്ട, അക്കൗണ്ടബിലിറ്റി വേണം കേട്ടോ ഷൈനി. ദ സ്പെക്ടാക്കുലർ വ്യൂ മെസ്മറൈസ് മീ. കൊള്ളാം. യെസ് യെസ് യെസ്. nowadays അല്ലേ, അത് സെറ്റ്, പക്ഷെ ബാക്കിയുള്ളത് ശരിയാക്കണേ. The non-alignment movement dampened the harmful effects of Cold War to a great extent. Great. Linguistic politicians in the dais argued to the long-run development of the society. Instead, it dampened the cohesion within the members. Great. You are accountable for the entire police civilization because you're the apex authority to take law and order situations. You are the apex authority. You're alla. Because you're the apex അല്ല ശരത്തെ, യു ആർ ദ അപ്പെക്സ്, യു ആർ ദ അപ്പെക്സ് അതോറിറ്റി അല്ലേ, അതിന് യുവർന്ന് കൊടുക്കരുത്, തെറ്റിപ്പോ. രശ്മി, ഗുഡ് മോർണിംഗ്, വെൽക്കം. ഓക്കെ, അടുത്ത ഡിബിലിറ്റേറ്റിംഗ്. ഡിബിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീക്കനിങ്, എൻഫീബ്ലിംഗ് അല്ലെങ്കിൽ എനോവിങ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഡിബിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വീക്കനിങ്, അതുപോലെ എൻഫീബ്ലിംഗ്, അതുപോലെ എനോവേറ്റിംഗ് എന്നുള്ള കാര്യം. ഓക്കെ, യെസ് യെസ്, ഓർത്തോണം. അടുത്ത നോക്കിയേ, ഡിഫൈ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡിഫൈ. എന്താ ഡിഫൈ എന്ന വാക്കിൻ്റെ അർത്ഥം? ഡിഫൈ എന്ന വാക്കിൻ്റെ അർത്ഥം കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഡിഫൈ ദ ഓഡ്സ്. അപ്പോൾ ഡിഫൈ എന്ന് പറഞ്ഞാൽ ഡിസൊബേ, ഗോ അഗൈൻസ്റ്റ് അല്ലെങ്കിൽ ചാലഞ്ച്, ഡെയർ എന്ന് പറയാം. ഓൾ റൈറ്റ്, ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അത് ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വില്ലി. എന്താ വില്ലി എന്ന വാക്ക്? വില്ലി ഒരു അഡ്ജക്റ്റീവ് ആണ്. വില്ലിയുടെ വാക്കിൻ്റെ അർത്ഥം ഇസ് ഷൂഡ്, ക്ലേവർ അല്ല, ഷാർപ്പായിട്ടുള്ള, അസ്റ്റ്യൂട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം, ക്ലിയർ ആക്കുക. അടുത്തത് സക്കം. സക്കം ചെയ്യാൻ മീൻസ് ഈൽഡ് ചെയ്യുക, ഗിവിൻ ചെയ്യുക. ഗിവിൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിറ്റ് ഡിഫീറ്റ് കേട്ടോ, ഗിവിൻ കേട്ടിട്ടുണ്ടായിരിക്കും. ഈൽഡ് ഇതൊക്കെ തന്നെ അർത്ഥം, അഡ്മിറ്റ് ഡിഫീറ്റ്, അടിയറവ് പറയുക, സറണ്ടർ, സബ്മിറ്റ്, അതാണ് സക്കം ചെയ്യാൻ അർത്ഥം, ഓർത്തോണം. പിന്നെ ക്വെൽ. ക്വെൽ ഒരു വേർബാണ്, അർത്ഥം എന്നാ പുട്ട് ആൻ എൻഡ്, അവസാനിപ്പിക്കുക, സ്റ്റാമ്പ് ഔട്ട്, എൻഡ്, ഫിനിഷ്, അതാണ് ക്വെൽ. മറക്കണ്ട കേട്ടോ, ഇതൊക്കെ നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ആണ്, ഒന്ന് ഓർത്തിച്ചോളാം. സെന്റൻസ് നോക്കട്ടെ നിങ്ങളുടെ. ലെറ്റ് മീ ചെക്ക് യുവർ സെന്റൻസസ്. അതിൻ്റെ ഇടയ്ക്ക്
മീറ്റപ്പ് ഓഫ് ദി അൽംനൈസ്. അൽംനൈസ് പറയില്ല അനങ്ക. ഞാനേ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, ഇത് ലാറ്റിനാ, വരുത്തന. അലംന, അലംനസ് സിംഗുലർ. പ്ലൂറൽ എന്താ? അലംനായി. പ്ലൂറൽ ഇതാണ്. ആലംനസിന്റെ സിംഗുലർ ആണ്, പ്ലൂറൽ ആണ് ആലംനായി. അപ്പൊ പിന്നെ ആലംനസ് എന്ന്, ആലംനൈസ് എന്ന് കൊടുക്കരുത്. മീറ്റപ്പ് ഓഫ് ദ ആലംനായി ആഫ്റ്റർ ഡോങ്കി ഇയേഴ്സ് വാസ് എ സ്പെക്ടാക്കുലർ മൊമെന്റ് എന്ന് പറയാം. ആഫ്റ്റർ എ ഡോങ്കി ഇയേഴ്സ്, ആഫ്റ്റർ ഡോങ്കി ഇയേഴ്സ്. ഓ ഡോങ്കി ഇയേഴ്സ് അല്ലല്ലോ, അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഞാൻ സെറ്റാക്കി തരാം. ഡോങ്കി ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ലോങ് ടൈം, വെരി ലോങ് ടൈം എന്നാണ് ഡോങ്കി ഇയേഴ്സിന്റെ അർത്ഥം. പക്ഷെ അവിടെ ഡോങ്കി ഇയേഴ്സ് കൊടുക്കരുത്, വെറും ഡോങ്കി ഇയേഴ്സ് കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ അനഘ, ശ്രദ്ധിക്കണേ. ഡാമ്പനിങ് പബ്ലിക് പ്രോപ്പർട്ടീസ് ആൻ ഓഫൻസ്. യെസ് യെസ് യെസ്. Spectacular shot by the hegemony was inexplicable. Great. Moideen's demise was because as he tangled in a flurry. Because as he വരില്ല. ഷമാസെ because ആസിന് ഒരേ മീനിങ് അല്ലേടാ. എങ്ങനെ കൊടുക്കണം? Moideen's demise was due to the tangling in flurry while rescuing many lives. അല്ലെങ്കിൽ Moideen's demise was because he tangled. Because he was tangled. Because he was tangled in a flurry. അവൻ ടാങ്കിൾ ചെയ്യപ്പെട്ടു. പാസീവ് കൊടുക്കണം. ബിക്കോസ് ഹി വാസ് ടാങ്കിൾഡ് ഇൻ എ ഫ്ലറി വൈൽ റെസ്ക്യൂയിങ് മെനി ലൈഫ്സ് കൊടുക്കണം. അഡ്വേഴ്സറി ബിറ്റ്വീൻ തമിഴ്നാടു ആൻഡ് അഡ്വേഴ്സറി എനിമി ബിറ്റ്വീനോ? അഡ്വേഴ്സറി എന്ന് പറയുന്ന എനിമി അല്ലേ, അപ്പോൾ അത് തെറ്റാ. എനിമി ബിറ്റ്വീൻ തമിഴ്നാടു ആൻഡ് കേരള അല്ല, എനിമിറ്റി അല്ലേ, അപ്പോൾ അത് എനിമിറ്റി കൊടുക്കണം. അവിടെ അത് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ദ ക്രൈസിസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദ സ്ട്രഗിൾ ബിറ്റ്വീൻ, അങ്ങനെ കൊടുക്കണം. അവിടെ അഡ്വേഴ്സറി കൊടുക്കുക. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ്, എതിരാളി എന്നാണ്, എതിർപ്പ് എന്നുള്ളതല്ല കേട്ടോ. എമിലെ ശ്രദ്ധിക്കണേ. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. ബാക്കി സെൻറ്റൻസ് ഡാമൻസ് റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് കറക്റ്റാണ്. പ്രൊസീഡിംഗ് ഇൻ ലൈൻ വിത്ത് ദ കോർട്ട്, ദി അഡ്വേഴ്സറി വാസ് ഫോഴ്സ്ഡ് ടു ബി ബിഹൈൻഡ് ദ ബാർസ്. ഗ്രേറ്റ്. ബാഹുബലി വാസ് എ സ്പെക്ടാക്കുലർ മൂവി. ആണോ? അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് പാർട്ടായിരുന്നു അടിപൊളി. ഫസ്റ്റ് പാർട്ട് നമ്മളെ ക്യൂരിയസ് ആക്കി അടിച്ചു പൊളിച്ചു. ഡു യു ഡിഫൈ മൈ ഓർഡേഴ്സ്? ദാറ്റ്സ് ഗ്രേറ്റ്. His health debilitated after the fever. Great. David defied all odds by triumphing over Goliath. Yeah. The surrender of Japan called the Second World War. Yes. He defied the health workers and it caused debilitating health. Yes. He succumbed to the injuries on the head. All right. Please quell the discussion and have the food. Vavandu bhakshana കഴിക്കില്ലേ ഹർഷ? കൊള്ളാം. Chanakya was a village statesman. Yes. Please make the word defy. All right. All right. Give a go by someone's words എന്ന് പറയില്ലേ? Give a go bite to someone's word എന്ന് പറയില്ല. അത് തെറ്റാ. അവിടെ ഒരു വ്യത്യാസമുണ്ട്, ഞാൻ പറയാം. ശരിയാക്കി തരാം. ഇപ്പം ശരിയാക്കി തരാം. Give a go. ഇങ്ങനെ കൊടുക്കാം. Give a go by someone's word. By to കൊടുക്കില്ല അവിടെ. അതാ ഞാൻ പറഞ്ഞത്. By കൊടുത്തോ, to വേണ്ട. ആ ടു വെട്ടുകൾ ഒന്നെങ്കിൽ ബൈ അല്ലെ ടു അല്ലേ? ടു കൊടുക്കില്ല അവിടെ. ടു വെട്ടിക്കോ. ബൈ someone's word കേട്ടോ, കുഴപ്പമില്ല. അതാ മനസ്സിലായോ? അതിൽ തെറ്റെന്ന് മനസ്സിലായി സീതാ. അതിൽ ഗിവ് എ ഗോ ടു സമ്മൺസ് വേർഡ് വേണ്ട, ബൈ സമ്മൺസ് വേർഡ്. അങ്ങനെ കറക്റ്റ്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി തോന്നുന്നു. ഉണ്ട്, വില കൊടുക്കാതിരിക്കാൻ ഉണ്ട്, ആണ്. ഒരാൾ വില കൊടുക്കാതിരിക്കും, പക്ഷെ ടു സമ്മൺസ് വേർഡ് പറയില്ല, ബൈ സമ്മൺസ് വേർഡ്. ഡു യു ഗോയിങ് ടു ക്വൽ യുവർ സ്റ്റഡീസ്? അല്ലല്ലോ. അയ്യോ, ഡു യു ഗോയിങ്ങോ? പ്രവി, ഡു കഴിഞ്ഞിട്ട് ING ഫോം വരുമോ? വേർബ്. ഡു ഇവിടുത്തെ ഓക്സിലറി വേർബാ, ഗോയിങ് ഇവിടുത്തെ മെയിൻ വേർബ്. എങ്ങനെ വരും? പറ്റില്ല. ആർ യു ഗോയിങ് ടു ക്വൽ യുവർ സ്റ്റഡീസ്? നീ നിന്റെ സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണോ? ആർ യു ഗോയിങ് ടു ക്വൽ യുവർ സ്റ്റഡീസ് എന്ന് കൊടുക്കണം അല്ലേ? ബി ഫോർമുലേഷനൂടെ അല്ല ING ഫോം കൊടുക്കുക, V4 കൊടുക്കുക. ഡു ഫോർമുലേഷനൂടെ എന്താ കൊടുക്കുന്നത്? V1 അല്ലേ? അതിവിടെ പറ്റില്ല. The village student in the class likes to defy others, but once he succumbed to a debilitating failure. All right. She succumbed to her diseases and died. All right. Yielded. Yes. He succumbed to the injuries and en route to the hospital. On the way to the hospital. En route to the illada. To the vanda. En route the hospital. On the way to. I don't like to succumb in my life. All right. Her willy action quelled the tangle between the colleagues. Okay. COVID pandemic debilitated the theatre business. Yes, it does. It did. The solution for this problem is to succumb off his. The solution for this problem is to succumb off allada, succumb to something enna parayna. Succumb to his decronin behavior. Succumb to fixed preposition unde, ellarum ശ്രദ്ധിച്ചോണേ. Succumb to something കേട്ടോ, അന്ന് കൊടുക്കണേ. He was quelled by a mere look from his father. Great.
It wasn't shameful to a minister by debilitating his bureaucrats in front of the media as well as public. Great. Forgery costs his tenure. Great. Da Vinci quelled his all works with a perfection. Works, literary works, അല്ലേ? അത് കറക്റ്റാ. ലിറ്ററി വർക്ക്സ് വർക്ക്, ആർട്ടിസ്റ്റിക് വർക്ക്സ് അതിന് വർക്ക്സ് പറയാം. കറക്റ്റാ. ഹ്യൂമൻ ബീങ്സ് ഹാവ് certain rights which no government has the right to defy. Great. Are you going to quell your studies? That's great. Pravi. The children shall not defy the parents. Yes. അതാണല്ലേ. മീര quelled her studies after marriage. All right. Stop ചെയ്തു അല്ലേ? The quibbling quelled the discussion. Great. Moving on. ഞാൻ പറഞ്ഞ പോലെ FCAയുടെ കോംപ്രിഹെൻസീവ് ബാച്ച് തുടങ്ങുകയാണ് സെപ്റ്റംബർ 26-ാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. അപ്പോൾ അപ്ലൈ ചെയ്യാനും മറക്കരുത്, കോഴ്സിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം വരിക, നമുക്ക് മൊത്തം പഠിച്ചു വിടാം. കോഴ്സ് എടുക്കുമ്പോൾ കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട. വ്യൂ ഓഫേഴ്സിൽ Y314 കോഡ് എടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് SBIയുടെ വിളിച്ചിട്ടുണ്ട്. ബേസ് തീരെ ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ 1460 രൂപയ്ക്ക് നിങ്ങൾക്ക് ബേസ് പ്ലസ് അഡ്വാൻസ് കിട്ടുന്ന പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ യജ്ഞ 1ൻ്റെയും യജ്ഞ 2.0ൻ്റെയും പ്രീ റെക്കോർഡ് ക്ലാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് അവിടെ ബാങ്കിങ് അവയർനെസ്, അതുപോലെ ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, മാത്ത്, റീസണിങ് കിട്ടും. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ ഒരുമിച്ച് കിട്ടുക. അതും 1460 രൂപ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക അഫോർഡബിൾ റേറ്റ് ആണ്. മാത്രമല്ല നിങ്ങൾക്കിത് റെക്കോർഡഡ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും കാണാം. അങ്ങനത്തെയാണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. മറ്റേതൊക്കെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ലാസ്റ്റ് ഫേസ് പിടിച്ചോ. സോബറിങ്. എന്താ സോബറിങ് എന്ന വാക്കിൻ്റെ അർത്ഥം? സീരിയസ്, സെൻസിബിൾ, സോളം, thoughtful. അതാണ് സോബറിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. മറന്നുപോലെ സോബറിങ് എന്ന് പറഞ്ഞാൽ സീരിയസ്, സെൻസിബിൾ, സോളം അല്ലെങ്കിൽ thoughtful. അടുത്ത മഡിൽ. മഡിൽ കേട്ടിട്ടുണ്ടായിരിക്കും. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. മഡിൽ മീൻസ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്അറേ. അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ കൺഫ്യൂസ്, മിക്സ് അപ്പ്, ഒരു വല്ലാത്തൊരു അല്ലെ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണല്ലോ എന്ന് പറയില്ല. അത് അപ്പം ലെയ്ഡൻ വാക്കുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ലെയ്ഡൻ ഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ലെയ്ഡൻ എന്ന് പറഞ്ഞാൽ ലോഡഡ്, ബേർഡൻഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് കാണാം ആങ്സ്റ്റ് laden situation. ഇതൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുണ്ട്. ശ്രീലങ്കയുടെ സിറ്റുവേഷൻ, ദ സിറ്റുവേഷൻ ഓഫ് ശ്രീലങ്ക ഈസ് ആങ്സ്റ്റ് ലേഡൻ, അല്ലെങ്കിൽ ആങ്സ്റ്റ് ലേഡൻ സിറ്റുവേഷൻ ഓഫ് ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പേടി, ആൻസൈറ്റി ഫില്ല് ചെയ്ത് കിടക്കുന്ന സിറ്റുവേഷനാണ് ശ്രീലങ്കക്കാർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിന്നൊരു വലിയ വിന്നായിരുന്നു എന്ന് പറഞ്ഞാൽ വിക്ടറി. ലേഡൻ, ലോഡഡ്, ബേർഡൻ, ഫുൾ, ഫിൽഡ് എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. അടുത്ത ഗ്രോസ് അല്ല ഗ്രൗസ്, നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കും. ഗ്രൗസ്. ഗ്രംബിൾ, കംപ്ലൈൻറ്റ്, പിറുപിറുക്ക പറയില്ല അല്ലെ, കംപ്ലൈൻറ്റ്, പിറുപിറുക്കൽ ആൻഡ് കംപ്ലൈൻറ്റ്, അതാണ് ഇത് പറയുന്നത് ഗ്രൗസ്. അപ്പോൾ അതിന് അല്ലെങ്കിൽ മോർണിംഗ്, വിലപിക്കൽ. അപ്പോൾ വിലാപം, വേർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കാം. അതേ സാധനം വേർബിലോട്ട് വരുമ്പോൾ കംപ്ലൈൻ ചെയ്യുക, ഗ്രംബിൾ ചെയ്യുക. ഗ്രംബിൾ നൗണും വേർബുമാണ്, ഇത് നൗണുമാണ് വേർബുമാണ്. അതുപോലെ നൗണും വേർബുമാണ് മോൺ എന്ന് പറയുന്നത്. കംപ്ലൈൻറ്റ് പക്ഷേ നൗൺ മാത്രമാണ്, കംപ്ലെയിൻ ആണ് വേർബ്, മാറിപ്പോയത് കേട്ടോ. പിന്നെ ഡിസ്കൺസേർട്ടിങ്, അർത്ഥം അറിയാലോ, എപ്പോഴും ഡിസ്കസ് ചെയ്ത, കഴിഞ്ഞ ആഴ്ചയ്ക്ക് എപ്പോഴും ഡിസ്കസ്, അൺസെറ്റിലിംഗ്, അൺനർവിങ്, ഡിസ്റ്റർബിങ്, പെർട്ടർബിങ് എന്നൊക്കെ പറയുന്ന സാധനം അല്ലേ, അതിനാണ് ഡിസ്കൺസേർട്ടിങ് എന്ന് പറയുക. വല്ലാണ്ട് കഷ്ടപ്പെടുത്തുക നമ്മൾ. പെർട്ടർബിങ്, ഡിസ്റ്റർബിങ്, അൺനർവിങ്, അൺസെറ്റിലിംഗ്. സ്പിയർ ഹെഡ് അറിയാലോ. സ്പിയർ ഹെഡ് എന്ന് പറഞ്ഞാൽ ലീഡർ അല്ലെ, ഫോർ ഫ്രണ്ട് എന്ന് പറയാം. മുൻപേ അവഗാഡെ എന്നൊക്കെ പറയില്ലേ, അവൻഗാഡെ എന്ന് പറയാം. അല്ലെങ്കിൽ വേർബായിട്ട് വരുമ്പോൾ സ്പിയർ ഹെഡഡ് എന്നൊക്കെ പറയില്ലേ, ഷീ സ്പിയർ ഹെഡ്സ് ദി team, she spearheads the team, she leads the team, heads the team, front ചെയ്യുക എന്നൊക്കെ പറയും. ഇതാണ് സ്പിയർ ഹെഡിൻ്റെ നൗണായിട്ടും വേർബായിട്ടും പറയാം. ഓൾ റൈറ്റ്, ഓർത്ത് വെച്ചോണം, മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് അത്. സുപ്രീം കോർട്ട് denied to issue this report to quell all the accompanied arguments and flurry, although further discussion debilitated its trajectory to peace. Very good. The Taliban succumbed to death by the wily Indian soldiers. MLA, great. Hava mole, hi, good morning. ഗ്ലാഡ് ടു ബി ബാക്ക്. ഒരുപാട് നാളല്ലോ കണ്ടിട്ടിപ്പം, 2-3 ദിവസമായിട്ട് ലീവായിരുന്നോ, കാണാനൊന്നും ഇല്ലായിരുന്നല്ലോ. ആഫ്റ്റർ ദ ക്രൈം ഹി സക്കം ടു ജുഡീഷ്യറി. ഓക്കെ, സക്കം ഓഫ് അല്ലേ, സക്കം ടു സംതിങ് ആണ്. ശ്രദ്ധിച്ചു, നീ ഒന്ന് ഷമാസം ചെയ്ത് നോക്കിയേ, നീ ഒന്ന് ഇതുമാക്കി നോക്കിക്കേ, എന്താ പറയാ, നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, സക്കം ടു സംതിങ് ആണ് കേട്ടോ. ഹവ മോളെ ഹായ്. ഇഫ് റെയിൻ വാസ് കമ്മിങ് ഇറ്റ് വുഡ് ഡാംപൻഡ് ലെസൺ എന്ത്, ഇറ്റ് വാസ് ഇഫ് റെയിൻ വാസ് കമ്മിങ്, റെയിൻ ചെയ്യുമായിരുന്നെങ്കിൽ. അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ജോമി, നമ്മളെ കണ്ടീഷണൽ സെൻറ്റൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ല. ഇഫ് റെയിൻ കെയിം, റെയിൻ വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഡാംപൻഡ് എന്ത് വെറ്റ് ചെയ്തേനെ, ഡാംപൻഡ് എവറിത്തിങ് അല്ലേ, ഇറ്റ് വുഡ് ഡാംപൻഡ് എവറിത്തിങ്, എല്ലാം നനച്ചേനെ എന്ന് കൊടുക്കാം. പറഞ്ഞുതരാം. ഇഫ് റെയിൻ കെയിം, റെയിൻ വന്നിരുന്നെങ്കിൽ, ഇഫ് റെയിൻ കെയിം, റെയിൻ വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഡാംപൻഡ് എവറിത്തിങ് എന്ന് കൊടുക്കാം. The Prime Minister of Britain, Churchill, never
succumb to the world. Great. The interference of government will be necessary to quell the problems faced by the KSRTC employees. Yes, അതിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? He seemed indulged in a sobering thought. Great. You are muddling in things that are not ought to be muddled with. അവിടെ കോമ വേണ്ട സിലിൻ, കോമ വേണ്ട. You are muddling in things that are not ought to be muddled with. Great. Government needs to quell the ongoing gruesome activities vis-a-vis to caste and religion, which is debilitating crisis, which activities which are debilitating the peace in the society, or which are അവിടെ verb വേണേ, വിനു verb വേണം കേട്ടോ. He's a willy minded ജോമി എ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംഗുലർ കൗണ്ടബിൾ നൗണും കൊടുക്കണം. വില്ലി മൈൻഡഡ് പേഴ്സൺ, ഹീസ് എ വില്ലി മൈൻഡഡ് പേഴ്സൺ എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ എ കട്ട് ചെയ്താൽ മതി, ഹീസ് വില്ലി മൈൻഡഡ്, അത് കറക്റ്റാ. ഹീസ് വില്ലി മൈൻഡഡ് കറക്റ്റാ, അല്ലെങ്കിൽ ഹീസ് എ വില്ലി മൈൻഡഡ് പേഴ്സൺ എന്ന് കൊടുക്കണം. എ ഉണ്ടെങ്കിൽ നൗൺ കൊടുക്കണേ. ദ ആഡം ആൻഡ് ഹൗവ അല്ല, എമ്മിലെ ആഡം ആൻഡ് ഈവ്, അവരുടെ പേര് മറക്കണ്ട കേട്ടോ. ഇംഗ്ലീഷിൽ അവരെ പറഞ്ഞു, മലയാളത്തിൽ നമ്മൾ പറയും ആഡം ആൻഡ് ഹൗവ, പക്ഷേ മലയാളത്തിൽ എന്താ? ആഡം ആൻഡ് ഈവ്. അവയുടെ ഇംഗ്ലീഷ് പേരാ ഈവ് കേട്ടോ, ആഡം ആൻഡ് ഈവ്. ഡിഫൈഡ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. അതെ, ദർ ഇസ് എ സോബറിംഗ് ഇഷ്യൂ വിച്ച് മഡ്ലഡ് ദി മിഷൻ. ദൈവം കൊള്ളാം, കൊച്ചു കള്ളൻ പഴം പറിച്ചു തിന്നരുന്ന്. മനുഷ്യരുടെ കാര്യമല്ല, മനുഷ്യർ ക്യൂരിയസ് അല്ലേ, ഉറപ്പായിട്ടും പഴം പറിച്ചു കഴിക്കും. ദിസ് ഇസ് എ സോബറിംഗ് ഇഷ്യൂ വിച്ച് മഡ്ലഡ് ദ മിഷൻ. അല്ലേ, ചെയ്യരുതെന്ന് പറയുന്ന ദൈവത്തിനെയാണ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റമെന്റ് കാണുക. രണ്ടാമത്തെ ടെസ്റ്റമെന്റ് കാണുന്ന എല്ലാം പോർക്കുന്ന അല്ലെ ജില്ലായിട്ടുള്ള ദൈവത്തെ പറ്റിയാണ്. അതാണ് ഫസ്റ്റ് ടെസ്റ്റമെന്റ് സെക്കൻഡ് ടെസ്റ്റമെന്റ് കാര്യം. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബൈബിൾ തന്നെ ഒരു രസമാണ്. ഫസ്റ്റ് ടെസ്റ്റമെന്റിലുള്ളത് എല്ലാം തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന, എല്ലാത്തിനും ഒരു ഡോണ്ടു പറയുന്ന ദൈവം. ഡോണ്ടു നമ്മുടെ പേരൻസിനെ പോലത്തെ ദൈവത്തിനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. എന്നിട്ട് അരുതായികമ പറയുന്ന ദൈവത്തെ പറ്റിയാണ്. ചെയ്യല്ലേ എന്ന് പറയുന്നത്, പ്രൊഹിബിഷൻ തരുന്ന, റെസ്ട്രിക്ഷൻസ് തരുന്ന ദൈവത്തെയാണ്. പക്ഷേ സെക്കൻഡ് ടെസ്റ്റമെന്റിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ അല്ലെ, പുതിയ ടെസ്റ്റമെന്റിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ കാണുന്ന ദൈവമൊക്കെ യങ്സ്റ്റർ പേരൻസിനെ പോലെ ഇരിക്കുന്ന ദൈവമാണ്. അതാണ് വ്യത്യാസം. അതാണ് നമ്മുടെ ബൈബിളിന്റെ ഒരു കഥ അല്ലെ. There is a sobering issue which muddled the mission. Great. The BJP allegedly tries to constantly debilitate the unity between opposition parties to hang on to power in the center. Great. That gun was laden with bullets. Amala, great. Rahul Gandhi leads the Bharat Jodo Yatra. Yes. ആ യാത്രയുടെ എനിക്ക് യാത്ര അങ്ങനെ തന്നെയല്ല എൻ്റെ പേര്, ശരിയാ. The debt-laden country slowly fell into ruins. Yes, Celine, great. Human life is laden with responsibilities. ആണോ? Judgment was sobering, serious. Yes. As per the government new scheme, ration shop laden the new stocks for the BPL card holders. Ration shop എന്ത് കൊടുക്കണം? is laden with the new stocks. കൊടുക്കണം. അവിടെ വേർബ് ഇല്ലല്ലോ, ലേഡൻ വേർബ് അല്ല കേട്ടോ, അഡ്ജക്റ്റീവ് ആണ്, അത് ഓർത്തോണേ ഹർഷ. ആസ് പെർ ദ ഗവൺമെന്റ് ന്യൂ സ്കീം, റാഷൻ ഷോപ്പ് is laden with the new stocks കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ്. She was muddled to take a decision. Her sobering opinions muddled the spearheads. Great. Sobering injuries resulted in her death. Okay. In Kerala, stray dog issue is sobering and the government must take an effective action to resolve it. Yes. The SC made a sobering verdict regarding the waste management. Yes, the climax scene in the movie 19 നൂറ്റാണ്ട് was a bit disconcerting. Okay. അളിയ ഡോണ്ട് ഡു എന്നോ എന്താണോ നീ ഉദ്ദേശിച്ചത്? ബൈബിളിനെ പറഞ്ഞാണോ ഇഷ്ടപ്പെടാത്ത? അതാണോ നീ ഉദ്ദേശിച്ചത്? ആണോ വിശാലെ? ബൈബിളിൽ ഞാൻ വളരെ പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞ, ഇറ്റ്സ് സോ ട്രൂ. അതിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല, കാരണം ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. After the marriages, the females were laden of responsibility, laden off പറയില്ല, laden with കേട്ടോ, responsibilities early 2000 earlier. Yes. Muhammad Shami spearheads India to victory. Yeah. തിരുവനായ ആക്രമണം അതിനെയാണോ നീ പറഞ്ഞത്? എന്നാൽ കുഴപ്പമില്ല വിശാലെ. Do you try to muddle me? Sorry, do you try to muddle me അല്ല, muddle with me എന്ന് പറയും. Confuse me കറക്റ്റാ, muddle with me കൊടുക്കണം, muddleലൂടെ with കൊടുക്കണം preposition. Pravi, people's reluctance to the conduct of the upcoming election is pivotal and is laden with sobering health issues. All right. Reluctance, yes. Spearhead laden heavy levy on public. ഇല്ല, laden the verb ആയിട്ടാ ഗുരുദാസ് അല്ല ഗുരുദീപൻ ഉപയോഗിച്ചിരുന്നത്. Spearhead is laden with heavy levy on public. The spearhead is laden with heavy levy on public എന്ന് കൊടുക്കണം. It is disconcerting that the tribal communities are ladening. ആരതി laden adjective ആണ്, not verb. Ladening തെറ്റാ. Are laden with obligation to save their forest. എന്ന് കൊടുക്കാം കേട്ടോ. Are laden with. Vikram Sarabhai spearheaded the space research in India. Yes. The news regarding stray dogs and rabbits disconcerting Kerala.
വെറും ഡിസ്കൺസേർട്ടിംഗ് ആണ്. ദ ന്യൂസ് റിഗാർഡിംഗ് സ്ട്രേ ഡോഗ്സ് ഈസ് ഡിസ്കൺസേർട്ടിംഗ്. ഡിസ്കൺസേർട്ടിംഗിന്റെ ഇവിടെ ബി ഫോർമുലേഷൻ കൊടുക്കണ്ടേ സോനലെ? ഈസ് ന്യൂസ് ഈസ് ഡിസ്കൺസേർട്ടിംഗ്. ഗായത്രി ഇസ് ഗ്രോസ് ഇൻ എവറിഥിങ്. ഓൾ റൈറ്റ്. ഓ, ഞാൻ പറഞ്ഞ ഡയലോഗ് പറഞ്ഞാലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാൽ കുഴപ്പമില്ല. ഓക്കെ, ഡോണ്ട് ഡു അല്ലേ. മൂവിങ് ആണ്. അപ്പൊ നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം പിള്ളേരെ. സോ ടുഡേയ്സ് ആർട്ടിക്കിൾ എന്താ? ആർട്ടിക്കിള് ദ പാകിസ്ഥാൻ factor should not undermine India's close security ties with the US. യുഎസിനോടൊക്കെ കൂട്ടിച്ചേർന്നൊക്കെ കൊള്ളാം അല്ലെ? യുഎസിനോട് പറയാം, പാകിസ്ഥാനോട് കൂട്ടിയോന്നൊക്കെ കൊള്ളാം. പക്ഷേ ഇന്ത്യയെ വിട്ട് കളഞ്ഞിട്ട് വേണ്ട കേട്ടോ എന്നാ യുഎസിനോട് നമുക്ക് പറയാം. കാര്യം ഇപ്പൊ എന്താണോ യുഎസിന് ചെറിയ ചായവുണ്ട് പാകിസ്ഥാനോട്, എന്തിന്റെ പോക്കാണോ നമുക്ക് നോക്കണം. ദാറ്റ് ഈസ് 3 to tangle. 3 പേരുടെ നമ്മൾ റിലേഷൻഷിപ്പിനെ പറ്റിയാ അല്ലെ? ഒരു എൻടാങ്കിൾഡ് ആയ ഒരു സിറ്റുവേഷൻ, മൊത്തം കുളമായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ. അതിനെപ്പറ്റി നമുക്ക് വായിച്ചു നോക്കണ്ടേ? വായിച്ചു വിടാം. He went on grousing about his new students to their parents. That's great. Do you try to muddle with me? That is great, Pravi. The new local self-government minister, MB Rajesh, vowed to take effective steps to solve the sobering stray dog issue. Yes, great. The Prime Minister spearheaded the Council of Ministers. Ashok, hi. Good morning. Welcome. Appo, let's move. അല്ലേ പിള്ളേരെ, നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടോ? വൊക്കാബുലറി ഒക്കെ ഉപയോഗപ്പെട്ടു. ഒരുപാട് വൊക്കാബുലറി ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും വൊക്കാബുലറി ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ലൈവിലുള്ള 50 പേര് ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. ജാട കാണിക്കില്ലേ? ഷോമിസം, ലവ് ആൻഡ് സപ്പോർട്ട് അല്ലേ? ഇങ്ങനെയല്ലേ സ്നേഹം കാണിക്കണ്ടേ? ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഇഫ് യു ലവ് സംവൺ യു ഷുഡ് ഷോ ദം, ആൻഡ് ദാറ്റ് ഇസ് ഹൗ യു ഷോ ദം ദാറ്റ് യു കെയർ. ഞാൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണ്ടേ? അപ്പൊ അങ്ങനെ വേണ്ടേ? ഒരു ലൈക്ക് ഇടുന്നതിന് എപ്പം ജാട. സ്പിയർഹെഡ് ഡിസ്കൺസേർട്ടഡ് ആഫ്റ്റർ ദ ഇൻസെൻസിബിൾ ആക്ടിവിറ്റീസ് ബൈ ദ ടീംമേറ്റ്സ്. ആ സ്പിയർഹെഡ് ഒറ്റ വാക്ക് കൊടുക്കടാ. സ്പിയർഹെഡ് ഈസ് സിംഗിൾ വേർഡ് കേട്ടോ. സ്പിയർഹെഡ് ഡിസ്കൺസേർട്ടഡ്. അപ്പൊ വെറും ഡിസ്കൺസേർട്ടഡ് ആണോ? ഈസ് ഡിസ്കൺസേർട്ടഡ് കൊടുക്കുക. സ്പിയർഹെഡ് ഡിസ്കൺസേർട്ടഡ് ആയി പാസീവ് കൊടുക്കുക കേട്ടോ. സ്പിയർഹെഡ് ഇസ് ഡിസ്കൺസേർട്ടഡ് ആഫ്റ്റർ ദ ഇൻസെൻസിബിൾ ആക്ടിവിറ്റീസ് ബൈ ഹിസ് ടീംമേറ്റ്സ് എന്ന് കൊടുക്കുക. ഓക്കെ, മൂവിംഗ് ഓൺ. 3 to tangle. എന്താ 3 to tangle? ദ പാകിസ്ഥാൻ ഫാക്ടർ ഷുഡ് നോട്ട് അണ്ടർമൈൻ ഇന്ത്യസ് ക്ലോസ് സെക്യൂരിറ്റി ടൈസ് വിത്ത് ദ US. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവർ തമ്മിലുള്ള ഇത് നോക്കാം. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ വന്നു, ഞാൻ അവരോടൊന്ന് പറയട്ടെ. ഇൻ ദ ക്ലാസ് എന്ന് എഡിറ്റോറിയൽ ക്ലാസ്സിലാന്ന് പറയാം. അപ്പോൾ അവർക്ക് മനസ്സിലാവും, എന്നെ അറിയാവുന്ന ആളാ. ഓക്കെ, ഇന്ത്യ ഈസ് അണ്ടർസ്റ്റാൻഡബിളി അപ്സെറ്റ്. ഇന്ത്യ ഭയങ്കര അപ്സെറ്റ് ആണ്, നമ്മൾ പറഞ്ഞല്ലേ, വിത്ത് ദ US ഡിസിഷൻ ടു റിഫർബിഷ് ദ F-16 fleet of Pakistan. The fleet has been the backbone of Pakistan Air Force since the early 1980s, upgraded and replenished periodically. As the partnership between the two countries grew over the years, including and particularly in the defense sector, India continuously raised its concern on this account with US interlocutors. Successive US administrations have maintained that the defense partnership with Pakistan, which is a major non-NATO ally, is a critical. ഇപ്പൊ പറയാണ് നോൺ നാറ്റോ അലൈ ആണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയുടെ ഒരു എതിരാണ് അല്ലെ? അപ്പോൾ അവരുടെ കൂടെ ചേരുമ്പോൾ നമുക്ക് ഒരു കൺസേൺ ഉണ്ടാവും അല്ലെ? ഇന്ത്യ കുറേ നാളെ കൺസേൺഡ് ആണ്, ആൻഡ് ഈ കൺസേൺ ഇന്ത്യ പ്രകടിപ്പിക്കുകയും ചെയ്തു കേട്ടോ. അതാണ് ഇന്ത്യ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഭയങ്കര അപ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡിസിഷൻ US നോക്കുവാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന റീഫർബിഷ് ചെയ്യാൻ, വീണ്ടും റെനോവേറ്റ് ചെയ്യാൻ. ഏതാ റെനോവേറ്റ് ചെയ്യുന്നത്? F-16 ഫ്ലീറ്റ് അല്ലേ? ഫ്ലീറ്റ് എന്ന ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് അല്ലേ നമ്മുടെ നേവൽ ഇതാണ് പാകിസ്ഥാൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആര് നിൽക്കുകയാണ്? നമ്മുടെ US നിൽക്കും. അത് റിഫർബിഷ് ചെയ്യാൻ അതായത് റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കും എന്ന് പറയുമ്പോൾ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ്റെ ബാക്ക് ബോൺ, എയർഫോഴ്സിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന F-16 ഫൈറ്റർ ഫ്ലീറ്റാണ്. കാര്യം ഇത് 1980s മുതൽ തുടങ്ങിയതാണ്. അപ്ഗ്രേഡ് ചെയ്ത് റിഫ്ലനിഷ് ചെയ്തിട്ട് റിന്യൂ ചെയ്തെടുക്കുവാണ് അവർ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പം കുറച്ച് നാളുകളായിട്ട് രണ്ട് കൺട്രീസ് ഇപ്പോൾ ഇയേഴ്സ് ആയിട്ട് ഭയങ്കര നല്ലൊരു സെക്ടറിൽ, അതും ഡിഫൻസ് സെക്ടറിൽ ഭയങ്കര ടൈപ്പ് ആണെങ്കിൽ ഇന്ത്യക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ അതിൻ്റെ കൺസേൺ റേസ് ചെയ്തു, US ഇന്റർലോക്യൂട്ടേഴ്സുമായിട്ട് സംസാരിച്ചു. കാരണം വെച്ചാൽ ഡിഫൻസ് സെക്ടറിൽ പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്തു, എയ്ഡ് ചെയ്ത് കൊടുക്കുവാണ് US എങ്കിൽ അത് ഇന്ത്യനെ നന്നായി സാരമായിട്ട് ബാധിക്കും, ഇല്ലേ? ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരു നോൺ നാറ്റോ അലൈ ആണ്. ഈ നമ്മുടെ നാറ്റോ അലൈയുടെ കൂടെ ആയിട്ട് നിൽക്കുന്ന US അവരുടെ കൂടെ പോയി നിൽക്കുന്നു പറയുമ്പോൾ US ചെയ്യുന്ന പരിപാടിയല്ലേ? ആണ്. അതൊരു ക്രിട്ടിക്കൽ കോമ്പണന്റ് ഓഫ് ഇറ്റ്സ് ഗ്ലോബൽ വാർ ഓൺ ടെറർ. അപ്പോൾ അത് വല്ലാത്തൊരു ക്രിട്ടിക്കൽ കോമ്പണന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു വഴക്ക് വക്കാണത്തിലോട്ട് പോകേണ്ട കാര്യം വരുമായിരിക്കും. ഇറ്റ് ഈസ് എ പോയിന്റ് കണ്ടസ്റ്റഡ് ബൈ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ പറയുന്നുണ്ട്, ഇന്ത്യ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് സംതിങ് നോട്ട് ഗുഡ്, അത് നല്ലൊരു പരിപാടി അല്ല കേട്ടോ എന്ന് US പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. In 2016, the US Congress stalled the Obama administration's move to give more F-16 fighters to Pakistan. New Delhi's apprehensions came true in February 2019
a day after the Balak air strike by the Indian Air Force, when Pakistan deployed its F-16s to target Indian military bases close to the line of control, LOC. The Indian Army recovered debris of the advanced medium-range air-to-air missile fired by the F-16s. On September 7, the U.S. Defense Security Cooperation Agency notified a possible foreign military sales worth $450 million for engine, electronic warfare, and other. അപ്പോൾ പറഞ്ഞ കളി നോക്കണേ, ഇന്ത്യ വിചാരിച്ചൊന്നും ഇതുവരെ തെറ്റിപ്പോയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു രസം. ഇതിൽ പറയുമ്പോൾ ഇന്ത്യ പറയുന്നതിൽ കാര്യമുണ്ട്. നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്, 2016 US കോൺഗ്രസ് സ്റ്റോൾ ചെയ്തു, ഏത് ഒബാമയുടെ അഡ്മിനിസ്ട്രേഷനോട് സ്റ്റോൾ ചെയ്തിട്ട് പറഞ്ഞു, വേണ്ട ഇങ്ങനെ കൂടുതൽ F-16 ആർക്ക് കൊടുക്കണ്ട, പാകിസ്ഥാന് കൊടുക്കണ്ട കേട്ടോ, അത് പണിയാണ് എന്ന് ഒബാമ അഡ്മിനിസ്ട്രേഷനോട് പറഞ്ഞപ്പോൾ 2016 പറഞ്ഞപ്പോൾ ഇവരാരും കേട്ടില്ല. അത് പറഞ്ഞ് ഇവരത് ചെയ്തു കൊടുത്തു, ഇവർ നേരത്തെ കൊടുത്തു. അപ്പോൾ ഈ ന്യൂഡൽഹി പറഞ്ഞതിന്റെ അപ്രിഹെൻഷൻ കറക്റ്റായി. കാരണം എന്താ, ഫെബ്രുവരി 2016 ആയപ്പോഴേക്കും, ഫെബ്രുവരി 2019 ആയപ്പോഴേക്കും നമ്മുടെ ബാൽക്കോട്ട് എയർ സ്ട്രൈക്ക് വന്നു. അതിൽ ഇന്ത്യക്ക് വലിയ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എയർ സ്ട്രൈക്ക് വന്നു ബൈ ദ ഇന്ത്യൻ എയർഫോഴ്സ്. അവിടെ എന്ത് പറ്റി, അവിടെ എന്താ സംഭവിച്ചേ, ആ പാകിസ്ഥാന് ഡിപ്ലോയ് ചെയ്യാൻ അതിൻ്റെ F-16 ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ ബേസിസിനെ ടാർഗറ്റ് ചെയ്തിട്ട് വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഇന്ത്യൻ ആർമി റിക്കവർ ചെയ്തു ഡെബ്രി ഓഫ് അഡ്വാൻസ് മിലിറ്ററി റേഞ്ച്, അല്ലേ, ഒരുപാട് ഫയർ വിട്ടു. F-16ന്റെ ഫയർ കാരണം ഇന്ത്യൻ മിലിറ്ററി റേഞ്ച്, മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലൊക്കെ വെച്ചിട്ട് ഇന്ത്യ എന്താ പറയുക റിക്കവർ ചെയ്തു. പക്ഷെ ഒരുപാട് ഡെബ്രി വന്നിരുന്നു അപ്പോഴും, അല്ലേ. എന്നിട്ട് സെപ്റ്റംബർ 7 ഓർക്കണേ, സെപ്റ്റംബർ 7 നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഇന്ത്യൻ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം US ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി നോട്ടിഫൈ ചെയ്തു ഒരു പോസിബിൾ ഫോറിൻ മിലിറ്ററി സെയിൽസ് ഉണ്ടാവും. ഞങ്ങളൊരു മിലിറ്ററി സെയിൽ നടത്തുന്നുണ്ട്. അപ്പം ഒരു പോസിബിൾ മിലിറ്ററി സെയിൽ ഞങ്ങൾ എന്തായാലും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഭാഗങ്ങൾ ആർക്കാ കൊടുക്കുന്നത്, അത് കൊടുക്കുന്ന ആർക്കാ, പാകിസ്ഥാനാണ് കൊടുക്കണം. പാകിസ്ഥാന് ഈ വെപ്പൺ കൊടുത്താൽ തന്നെ ഓർത്തത് ഇന്ത്യക്ക് പണിയാൻ വേണ്ട, അല്ലേ. പാകിസ്ഥാന് നിങ്ങൾ ഇത് കൊടുക്കുമോ, നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ടോ, അസിസ്റ്റൻസ് കൊടുക്കും, അതും എന്ത് ഡിഫൻസ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടോ, ഉറപ്പായിട്ടും അത് ആർക്ക് പണിയാനാ, ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ട. എഞ്ചിന് ഇലക്ട്രോണിക് വാർഫെയർ ആൻഡ് അതർ അമ്യൂണിഷൻസ്, ഹാർഡ്വെയർ എല്ലാം കൊടുത്തിരുന്നു. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സ് കൊടുത്തു, സ്പാർട്സ് ഫോർ പാകിസ്ഥാൻ്റെ ഇതിനുവേണ്ടി സ്പെയർ പാർട്സ് അല്ലേ, സ്പെയർസ് കൊടുത്തു, എല്ലാം കൊടുത്തു F-16 വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പണി വരുന്ന ഇന്ത്യക്കല്ലേ. Though it said that proposed sale does not include any new capabilities, weapons or munitions weaponry, the move clearly marks a thaw in the US attitude towards Pakistan. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പാകിസ്ഥാന്റെ പഴയ ആറ്റിറ്റ്യൂഡ് മാറി. ദാറ്റ് ഈസ് മാർക്കിംഗ് എ തോ, ഒരു ചെറിയൊരു മെൽറ്റ് നമുക്ക് അവിടെ കാണാം, ഒരു വോംത്ത്, US-ന് ചെറിയൊരു വോംത്ത്, ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് പാകിസ്ഥാനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും ത്രൂ ദർ സെയിൽ, അല്ലെ. ഈ പ്രപ്പോസ് സെയിലിൽ പുതിയ കേപ്പബിലിറ്റീസ് ഓഫ് വെപ്പൺസ് ഓഫ് മ്യൂണിഷൻസ് ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ലെന്ന് അവർ പറഞ്ഞാലും നമുക്കതിനെ പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് മനസ്സിലായി ദർ ഇസ് എ ചേഞ്ച് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് വരുമ്പോൾ നോക്കിക്കേ പിള്ളേരെ, ദ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഹാസ് ചോസൺ ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് സൈലൻസ് ഓൺ ദ ഇഷ്യൂ അൺലൈക്ക് ഇറ്റ്സ് പബ്ലിക് എക്സ്പ്രഷൻ ഓഫ് സമ്മണിംഗ് ദ US ambassador in 2016. The US move strains its relationship with India, which has been making great strides, though it is not without obstacles. New Delhi and Washington have been skillfully managing their differences over Afghanistan, the crisis in Ukraine, and the അപ്പോൾ നോക്കിയേ, കുറച്ച് നാളായിട്ട് കുറച്ച് പ്രതിസന്ധിയിലാണ് ഈ പറഞ്ഞ US ഇന്ത്യയുടെ ഒരു റിലേഷൻഷിപ്പ്. കാര്യം എക്സ്റ്റേണൽ മിനിസ്റ്റർ എന്നാണോ 2016 മിണ്ടാതെ സൈലൻസ് ഭാവിച്ചിരുന്നത് അതുപോലെ ഇപ്പോഴും ഇരിക്കുക. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്താ ചെയ്യുന്നത്, സൈലൻസ് ഇപ്പോഴും ഈ ഇഷ്യൂവിനെ പറ്റി ഒന്നും അറിയില്ല, രാമനാരായണ എന്ന മട്ടിലിരിക്കുക. ഞാനൊന്നും അറിഞ്ഞില്ലേ, രാമനാരായണ എന്ന് അറിഞ്ഞിരിക്കുകയാണ്. അതേ സമയത്ത് ഇരിക്കും ഇപ്പം. കാര്യം പബ്ലിക് എക്സ്പ്രഷൻ ഓഫ് സമ്മണിങ് ഉണ്ടായിരുന്നു, അതെനിക്ക് അൺലൈക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ 2016 അവരെന്ത് ചെയ്തു, അംബാസഡറിനെ വിളിച്ചു, US അംബാസഡറിനെ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ US-ന്റെ മൂവ് എന്താ ചെയ്യുന്നത്, റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി സ്ട്രെയിൻ ചെയ്യുക ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ പിടിച്ചു പൊക്കോണ്ടിരിക്കുക. കാര്യം US-നാണെങ്കിലും വാഷിംഗ്ടണിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവർക്ക് ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, അല്ലെ. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എന്തിൻ്റെ കാര്യത്തിലാണ്, അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലതേ, ക്രൈസിസ് ഇൻ യുക്രൈൻ്റെ കാര്യത്തിലും ക്രൈസിസിനെതിരെ രണ്ടുപേർക്കും രണ്ട് ഒപ്പീനിയൻ ആണ്. ആൻഡ് ദി ലിങ്കറിംഗ് ത്രെറ്റ് ഓഫ് US സാങ്ഷൻസ് അണ്ടർ ദ കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്. സാങ്ഷൻസ് ആക്ട് ഉണ്ടെങ്കിലും US അഡ്വേഴ്സറിയുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധങ്ങൾ കൗണ്ടർ ചെയ്യുന്നതിനുള്ള ഒരു ഇതില്ലേ, അതിൻ്റെ ഇടയിലും അല്ലേ അമേരിക്കയുടെ ശത്രു ഇന്ത്യയുടെ ശത്രു ആവണമെന്ന് ഇന്ത്യ ഒരിക്കലും സമ്മതിക്കില്ല, അത് പറ്റത്തില്ല. അതേപോലെ ഒരു പരിപാടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പണി വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്ത്യ ഇപ്പം നിൽക്കുന്നത്. ഇന്ത്യ ഇപ്പം നല്ല വിജിലിൽ നിൽക്കുവാണ്. വാഷിംഗ്ടൺസ് ന്യൂ വോംത്ത്, ഞാൻ പിന്നെയും പറയാണ്, വാഷിംഗ്ടൺ ഇപ്പോൾ കുറച്ചൊന്ന് വോംത്ത് കാണിക്കുന്നുണ്ട്. വിത്ത് ഇസ്ലാമാബാദ് ഓൾസോ കംസ് അമിഡ് എ ഫ്ലറി ഓഫ് ഇന്ത്യ US ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി എൻഗേജ്മെന്റ്സ്.
India and the US have committed to deepening defense and security cooperation, but the intelligence of Pakistan dampens that spirit. The Trump administration had tried to hold Pakistan accountable for duplicity in its approach towards terrorist groups operating from its territory, which amounts to running with the hare and the hunting with the hounds. To stay in Afghanistan, the US needed Pakistan. Now to stay away from Afghanistan, അതും പറയാം. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, ഇപ്പോൾ ഒരു പുതിയ വോംത്ത് കാണാൻ പറ്റും ഇസ്ലാമാബാദ് ആയിട്ട് US-ന്. അപ്പോൾ നമുക്ക് ഇത്രയും മിലിറ്ററി എൻഗേജ്മെന്റ്, ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്, ഇന്ത്യ ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് ഇന്ത്യയും തമ്മിൽ ഉണ്ടായിട്ട് പോലും ഒരു ചെറിയ വോംത്ത് ഇസ്ലാമാബാദുമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ചെറിയ നമുക്കൊരു പണിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും US-ഉം തമ്മിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇന്ത്യ US-ഉം വളരെ ഡീപ്പനിങ് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയ ഡിഫൻസിന്റെയും സെക്യൂരിറ്റി കോപ്പറേഷൻ്റെ കാര്യത്തിൽ. പക്ഷേ പാകിസ്ഥാനുമായിട്ട് കൊടുത്തു വരുമ്പോൾ അതിന് ചെറിയ സാരമായ കോട്ടം തട്ടിയിട്ടുണ്ട്. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് പാകിസ്ഥാനെ ഇവരെന്തായിട്ട് കരുതിയിരുന്നത്? ട്രംപ് പറഞ്ഞിരുന്നു, പാകിസ്ഥാനാണ് ഈ പറയുന്ന ടെററിസത്തിന്റെ കാര്യത്തിലൊക്കെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വിത്തിൻ ദ ടെറിട്ടറിക്ക് അനുവാദം കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ലതായിട്ട് അവർക്ക് എതിർപ്പായിരുന്നു. അങ്ങനെ വെച്ചിട്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ റണ്ണിങ് വിത്ത് ദ ഹെയർ, അല്ലെ, മൊയലിൻ്റെ കൂടെ ഒരു ഓട്ടവും അതുപോലെ തന്നെ ഹൗണ്ടിലൂടെ ഹണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അത് ഒരു ഇഡിമാറ്റിക് എക്സ്പ്രഷനാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ അവർക്ക് പാകിസ്ഥാന്റെ ആവശ്യം ഉണ്ടായിരുന്നു US-ന്, അല്ലേ? അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ പുറത്തോട്ട് വരണമെങ്കിലും ഇവർക്ക് പാകിസ്ഥാന്റെ ഹെൽപ്പ് വേണം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർ ആൻഡ് ഈവൻ മോർ അതിന് ഒരുപാട് സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. പക്ഷെ എന്നാൽ പോലും US-നെ നമ്പാൻ കൊള്ളത്തില്ല. അതാണ് while the US may have its reasons to keep Pakistan humored and ഇൻസെന്റീവ് കൊടുത്ത് ഹ്യൂമർ കൊടുത്ത് പാകിസ്ഥാനെ പയ്യെ പൊക്കി നിർത്തണമെന്ന് ഇന്ത്യക്ക് ഉണ്ടെങ്കിലും പാകിസ്ഥാനുമായിട്ട് അങ്ങനെ ഒരു കാര്യം US കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ കൺസേൺസ് ആർ ഇമീഡിയറ്റ് ആൻഡ് റിയൽ, വളരെ റിയൽ കൺസേൺ. കാരണം പാകിസ്ഥാൻ ഒരു അവസരം കിട്ടി ഇന്ത്യക്കിട്ട് പണിയും. അങ്ങനെയാണ്. ടെററിസം അഗൻസ്റ്റ് ഇന്ത്യ ഹാസ് ബീൻ പാകിസ്ഥാൻ സ്റ്റേറ്റ് പോളിസി ഫോർ ഡെക്കേഡ്സ്. പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പോളിസി തന്നെ എന്താണ്? കാലഘട്ടങ്ങളായിട്ട് ഇന്ത്യക്കിട്ട് പണിയുക. ടെററിസം അഗൻസ്റ്റ് ഇന്ത്യ, അതാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് നമുക്ക് പാകിസ്ഥാനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഫാർ ഫ്രം സീക്കിംഗ് അക്കൗണ്ടബിലിറ്റി, ദി US is rewarding Pakistan and more on the same lines made in the offing. India and US need to work to ensure that the spectacular gains made in bilateral rights are preserved and nourished. അപ്പോൾ ഈ പറയുന്ന ഇത്ര കാലം നമ്മൾ കഷ്ടപ്പെട്ട് ഇന്ത്യയും US തമ്മിൽ കീപ്പപ്പ് ചെയ്ത് വരുന്ന ആ ടൈ ഉണ്ടല്ലോ, ആ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടെ സെറ്റ് ആക്കണമെങ്കിൽ US-ഉം ഇന്ത്യയും നല്ല രീതിയിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലേ പണി വളരും. കാരണം വെച്ചാൽ ഇപ്പം ശരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി ടെററിസത്തിന്റെ റെസ്പോൺസിബിലിറ്റി അവരാണ് എന്ന് പറയുന്നതിന് പകരം എന്താണ് ഇവർ അങ്ങനെ ചെയ്യുന്നതിന് പകരം US ഇപ്പോൾ പാകിസ്ഥാനെ റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? ഉള്ളതൊക്കെ അവർ കൊടുത്തവരെ ഇതാക്കുവാണ്. ലൈക്ക് ഏറെക്കുറെ സെയിം ലൈൻസിൽ അവർ വരുന്ന പോലെ, അല്ലേ? ആൻഡ് മേ ബി നമുക്ക് ഇൻ ദ ഓഫിംഗ് എന്ന് തന്നെ പറയാം. അവർ ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിലും ഒരുമിച്ച്. അത് മിക്കവാറും ഇൻ ദ ഓഫിംഗ് വേഗം ഉടനെ തന്നെ വരാം, അവർ ഒരുമിച്ചാണ് എന്ന് വരുന്ന രീതിയിൽ വരാം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഇൻഫർമേറ്റീവ്, അല്ലേ? ഒരു വാർണിംഗ് തരുന്നുണ്ട്. സോ യു ക്യാൻ സേ ഇറ്റ്സ് അനലിറ്റിക്കൽ പ്ലസ് ഇൻഫർമേറ്റീവ് എന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്കൊരു ഇത് തരുവാണ്, നമ്മളോട് പറയാണ് ദിസ് ഇസ് ഹാപ്പനിങ് പിള്ളേർ, ദിസ് ഇസ് ഹാപ്പനിങ് എന്ന്. ക്ലിയർ ആയോ? മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ എല്ലാവരും. നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റനിലോട്ട് പോകാം. സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. ഓക്കെ എവ്രി വൺ, മനസ്സിലായെങ്കിൽ പറഞ്ഞേ. നോക്കട്ടെ, സെന്റൻസ് നോക്കട്ടെ. US വളരെ കണ്ണിങ് ആണ്. അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ഉറപ്പായിട്ട് അതാണ് ഈ പ്രശ്നമേ. അത് തന്നെയാണ് നമ്മൾ പറയുന്നത് US-ന്റെ കാര്യം. ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് പോലീസ് ഓഫീസർ ഹെൽപ്പ് ടു സോൾവ് ദ മഡിൽഡ് ക്രൈം. ഓക്കെ, ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് പോലീസ് ഓഫീസർ അല്ലേടാ MLA. അപ്പോൾ ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും അല്ലേ, അതൊറ്റ വാക്കായിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് പോലീസ് ഓഫീസർ ഹെൽപ്സ് ടു സോൾവ് എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോഴത് കറക്റ്റ് ആവും സെന്റൻസ്. അപ്പോൾ ഈസി ഇംഗ്ലീഷ് 2.0 മറന്നിട്ടില്ലല്ലോ. ഇംഗ്ലീഷിന് വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യണം. 870 റുപ്പീസേ ഉള്ളൂ എന്ന് പറഞ്ഞത് കുളവാക്കി കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ മറ്റ് കോഴ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല 40 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ കിട്ടും. അത് ബേസ് മുതൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. കോഴ്സ് ഇപ്പോഴും ലൈവ് ഉണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആവും. അപ്പോൾ റെക്കോർഡ് കാണാം. അങ്ങനെ ഒരു അവസരമുണ്ട്. പിന്നെ നമ്മുടെ SSC ബാച്ച്, CGL CHSL MTS ബാച്ചിന് വേണ്ടി കംപ്ലീറ്റ് പൂര ബാച്ചാണ്. അത് 5 മാസം ബാച്ചാണ്. 2200 പ്ലസ്സേ ഉള്ളൂ എമൗണ്ട്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഒരു ലോങ് ബാച്ചാണ്. നവംബർ മാസമേ തീരുള്ളൂ. അപ്പം 3 മണി ആൻഡ് 6:30 ഓൾട്ടർനേറ്റ് ഡേയ്സേ ഉള്ളൂ. മൺഡേയ്സ്, വെൻസ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് ക്ലാസ്. മറക്കേണ്ട കോഡ് മറക്കേണ്ട കൂപ്പൺ കോഡ് Y314 Y314. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ, അല്ലേ? നോ ലെസ് ദാൻ 15 പ്രൈം മിനിസ്റ്റേഴ്സ് കെയിം ആൻഡ് വെന്റ് വൈൽ ഷീ റെയിൻഡ് ഫ്രം വിൻസ്റ്റൺ ചർച്ചിൽ ടു ലിസ് ട്രസ്. അപ്പോൾ പറഞ്ഞ് ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ, എവിടെ എറർ വന്നേക്കുന്നതെന്ന് പറഞ്ഞ് ഇത് പറഞ്ഞ് നമുക്ക് ഇപ്പം തന്നെ നിർത്താം. ഓക്കെ, ഇതൊന്ന് പറഞ്ഞ് ഇപ്പം തന്നെ നിർത്താം കേട്ടോ. പറയൂ പറഞ്ഞു, ഏതാണ് ഇവിടുത്തെ എറർ?
പറയൂ പിള്ളേരെ, പറയൂ. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. വേഗം പറഞ്ഞു. എന്താ ഇവിടുത്തെ പ്രശ്നം? എന്താ ഇവിടുത്തെ തെറ്റ്? ഇവിടെ വലിയൊരു തെറ്റുണ്ട്, എമണ്ടൻ തെറ്റുണ്ട്. ഒരെണ്ണം ഒരു തെറ്റുണ്ട്, എമണ്ടൻ തെറ്റുണ്ട്. നോയറർ അല്ല ഇത്.